back to the 30 days challenge to crack the NEET conducted by Targets. Hello my little ones, please come to the chat box. Follow the hello all. Yes, tell me a hi. Hi പറഞ്ഞു വരൂ. Okay, today we will be having 3 chapters from yours plus 1 syllabi. They are cell, the unit of life, cell cycle and cell division, as well transport in plants. ബോർഡ് എക്സാമിന് ഈ ചാപ്റ്റേഴ്സൊക്കെ ഭയങ്കര ലൈറ്റ് ആൻഡ് വെയിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു അല്ലേ? പക്ഷേ കോമ്പറ്റിറ്റീവ് എക്സാംസിന് നല്ല തറോ കോൺസെപ്റ്റ് ക്ലാരിറ്റി വേണ്ടുന്ന ചാപ്റ്റേഴ്സ് തന്നെയാണ്. ഇതിൽ സെൽ എന്ന യൂണിറ്റിലാണ് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫും സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷനും ഉള്ളത്. പ്ലാന്റ് ഫിസിയോളജിയിലാണ് ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ് ഉള്ളത്. ഫിസിയോളജി is the study of metabolism. Metabolism is the sum total of chemical reactions taking place inside a cell or an organism. And the major reactions within the metabolism are anabolic constructive reactions, catabolic destructive reactions, and the amphibolic reactions where the destructions are associated with the constructions. Photosynthesis ഒരു anabolic process ആണ്, constructive ആണ്, is it? അതേസമയം ഡൈജഷൻ ഒരു കാറ്റബോളിക് പ്രോസസ് ആണ്, ഡിസ്ട്രക്ഷൻ ആണ്. പക്ഷേ റെസ്പിറേഷനിനെ നമ്മളൊരു ആംഫിബോളിക് പ്രോസസ് എന്നാണ് വിളിക്കാറ്, is it? Okay, so today we will be having few questions. കോർ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഇന്ന് നമ്മുടെ കയ്യിൽ. നമുക്കതൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. Okay, get ready to move on to the questions. Okay, watch the questions carefully and try to get the right answer. Okay, yes. Yes, we'll be having a total of 40 questions from them. The very first question is here. Main arena of cellular activities in both plants and animal cells is. Options are here: nucleus, cell organelles, cytoplasm and centriole. So നമ്മളോട് ചോദിക്കുന്നത് പ്ലാന്റിൻ്റെയും അനിമലിൻ്റെയും കാര്യമാണ്. രണ്ടാളും യൂക്യാരിയോട്സ് ആണ്, ട്രൂ ന്യൂക്ലിയസ് ഉള്ളവരാണ്. അവരുടെ സെല്ലുലാർ ആക്ടിവിറ്റീസിൻ്റെ മെയിൻ അറീന ഏത് എന്നതാണ് ക്വസ്റ്റ്യൻ. ടൈം ends very soon. Yes. Okay, time is up. The right answer is cytoplasm. The living space, the living medium, okay, the living backbone medium of a living cell is a cytoplasm. ചിലർക്കെങ്കിലും അത് ന്യൂക്ലിയസ് എന്ന് പറയാൻ തോന്നിയിട്ടുണ്ടാവും അല്ലേ? ന്യൂക്ലിയസിൽ ചില പെർട്ടിക്കുലർ ആയിട്ടുള്ള ആക്ഷൻ മാത്രമേ നടക്കാനുള്ളൂ. ലിവിങ് പ്രോസസ്സസ് മോസ്റ്റ്ലി നടക്കുന്ന മീഡിയം അത് സൈറ്റോപ്ലാസം ആണ്. അസോസിയേറ്റ് ചെയ്ത് ഞാൻ പറയട്ടെ, ഐഷ, റിയ, ഓക്കെ, ഗ്രീൻ പാന്തർ, അജയ് ആൻഡ് ഓൾ, അസോസിയേറ്റ് ചെയ്ത് നിങ്ങൾ കുറച്ച് വാക്കുകളൊക്കെ കേട്ട് വെക്കാനുണ്ട്. ഏതൊരു ലിവിങ് സെല്ലിൻ്റെയും ഉള്ളിലെ ലിവിങ് മീഡിയത്തിൻ്റെ യൂണിവേഴ്സൽ സോൾവെൻ്റായി അറിയപ്പെടുന്ന സ്വീച്ചർ അയോൺ അത് വാട്ടറാണ്. ആ വാട്ടറിലേക്ക് ചില മിനറലുകളൊക്കെ ഡിസോൾവ് ചെയ്ത് കഴിയുമ്പം അതൊരു സൊല്യൂഷൻ ആവും. അതിനെ നമ്മൾ സെൽ സാപ്പ് എന്നൊക്കെ വിളിക്കാം. ആ സൊല്യൂഷൻ്റെ പേര് സൈറ്റോസോൾ എന്നാണ്. സൈറ്റോസോൾ അതാണ് ലിവിങ് റിയാക്ഷൻസിൻ്റെ മീഡിയമായിട്ട് വർക്ക് ചെയ്യാം. ആ സൈറ്റോസോൾ എന്ന സെൽ സാപ്പ് എന്ന സൊല്യൂഷനിലേക്ക് കുറേ സെൽ ഓർഗനലുകൾ ആഡ് ചെയ്യുമ്പോഴാണ് അത് സൈറ്റോപ്ലാസമായി മാറുക. സെൽ ഓർഗനൽസും സൈറ്റോസോളും ചേർന്നതാണ് സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസവും ഒപ്പം ന്യൂക്ലിയസും കൂടി ചേർന്നതാണ് പ്രോട്ടോപ്ലാസം. സൈറ്റോപ്ലാസം പ്ലസ് ന്യൂക്ലിയസ് ആണ് ആര്? പ്രോട്ടോപ്ലാസം. ആ പ്രോട്ടോപ്ലാസവും അതിനെ സറൗണ്ട് ചെയ്ത് കാണുന്ന സെൽ മെംബ്രെയിനും കൂടി ചേർന്നതാണ് പ്രോട്ടോപ്ലാസ്റ്റ്. പ്ലാന്റ്സിനും ഫംഗസുകൾക്കുമൊക്കെ പ്രോട്ടോപ്ലാസ്റ്റിന് ചുറ്റും ഒരു സെൽ വോള് കൂടി ഉണ്ടാവും.
ഇങ്ങനെ നമുക്ക് അസെൻഡിങ് ആയി പറയാം. ഞാനൊന്ന് ഡിസെൻഡിങ്ങുമായി കൂടി പറഞ്ഞോട്ടെ. പ്ലാന്റ്, ഫംഗസ് തുടങ്ങിയ സെല്ലുകളിൽ സെൽ വാൾ ഒരു ഡെഡ് ആയ പാർട്ടാണ്. സെല്ല് ലിവിങ് ആണെങ്കിൽ പോലും സെൽ വാൾ ഡെഡ് ആണ്. സെൽ വാൾ ഈസ് ഓൾവേസ് ഡെഡ്, റിജിഡ് ഔട്ടർ ബൗണ്ടറി. അതുകൊണ്ട് പ്ലാന്റ്സിലും ഫംഗസിലും എല്ലാം സെൽ വാളിനെ റിമൂവ് ചെയ്താൽ ബാക്കിയുള്ള ഭാഗം അതാണ് പ്രോട്ടോപ്ലാസ്റ്റ്. അതിൽ നിന്ന് സെൽ മെംബ്രെയിൻ കൂടി റിമൂവ് ചെയ്താൽ ബാക്കിയുള്ളതാണ് പ്രോട്ടോപ്ലാസം. ന്യൂക്ലിയസിനെയും കൂടി റിമൂവ് ചെയ്താൽ ബാക്കിയുള്ളതാണ് സൈറ്റോപ്ലാസം. അതിൽ നിന്ന് സെൽ ഓർഗനലുകളെയും കൂടി റിമൂവ് ചെയ്താൽ ബാക്കിയുള്ള സൊല്യൂഷൻ സാപ്പ്, അതാണ് സെൽ സാപ്പ് എന്ന സൈറ്റോസോൾ. അതിൽ നിന്ന് സൊല്യൂട്ടുകളെയും കൂടി റിമൂവ് ചെയ്താൽ പിന്നെയുള്ളത് പ്യുവർ വാട്ടർ ആണ്, യൂണിവേഴ്സൽ സോൾവെന്റ് ആയ സ്വിച്ചർ അയോൺ ആയ വാട്ടർ. അപ്പോൾ സെല്ലുകളിലെ മേജറായ ലിവിങ് ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നത് ആര് എന്ന് ചോദിച്ചിരുന്നെങ്കിൽ പ്ലാന്റ്സും ആനിമൽസും ഒക്കെ യൂക്യാരിയോട്ട് ആയതുകൊണ്ട് സെല്ലുലാർ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നത് ന്യൂക്ലിയസ് ആണ്, നോ ഡൗട്ട് അറ്റ് ഓൾ. ഇവിടെ അതല്ല ചോദിച്ചത്. മെയിൻ അറീന, the space, the site of cellular activities in plants and animals എന്ന് ചോദിച്ചതുകൊണ്ട് സൈറ്റോപ്ലാസം ആണ്. ഓക്കെ, ഐ ഹോപ്പ് നിങ്ങൾക്ക് അത് ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് അറിയാൻ കഴിഞ്ഞു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, സോ സൈറ്റോപ്ലാസം എന്ന ആൻസർ പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യുവാണ്. ഓക്കെ, ഷാൽ ബി മൂവ് ഓൺ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. സോ ക്വസ്റ്റ്യൻ ഈസ് ഫ്രം സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്. ഓക്കെ, right. Okay, so moving on. Anamika, I hope you all are okay. Yes, here comes the second question. ശ്രദ്ധിച്ച് നോക്കണം ക്വസ്റ്റ്യനിലേക്ക്. The detailed structure of the cell membrane was studied only after the advancement of electron microscope in the year. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ വരവോട് കൂടിയിട്ട് സെൽ മെംബ്രെയിന്റെ ഡീറ്റെയിൽഡ് സ്ട്രക്ചർ, ലിപ്പിഡ് ബൈലെയറിന്റെ സ്ട്രക്ചർ അത് പഠിച്ച വർഷം 1931, 1913, 1950, 1973. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ കടന്നുവരവും അത് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് സെൽ മെംബ്രെയിന്റെ ഡീറ്റെയിൽഡ് സ്ട്രക്ചർ അനാലിസിസും ഒക്കെ നടന്ന വർഷം ഏത് എന്നാണ് ചോദിക്കുന്നത്. So yeah, time is up and here comes the right answer, that is 1950. Okay, ചെടികളുടെ ടിഷ്യൂ കൾച്ചർ ഡെവലപ്പ് ചെയ്തതും 1950s-ലാണ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ വരവോട് കൂടിയിട്ട് സെൽ മെംബ്രെയിനിന്റെയും വളരെ ചെറിയ സ്മാളസ്റ്റ് ആയിട്ടുള്ള സെൽ ഓർഗനൽസിന്റെയും ഡീറ്റെയിൽഡ് സ്ട്രക്ചറും നടത്തിയ വർഷം 1950 തന്നെയാണ്. ടിഷ്യൂ കൾച്ചർ, ടോട്ടിപൊട്ടൻസി ഒക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് ടിഷ്യൂ കൾച്ചർ ഡെവലപ്പ് ചെയ്തതും 1950s-ലാണ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ വരവും 1950s-ലാണ്, മറന്നുപോകരുത്. Yeah, 7 of you are here with the right answer. Okay, നമ്മൾ ടൈം ലാഗ് ചെയ്യാണ്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യുവാണ്. Here comes the question number 3 out of 40. Listen to the question very well. An improved model of the structure of cell membrane was proposed by Singer and Nicholson, okay, in dash, widely accepted as dash. വർഷം വേണം, ആ മോഡലിന്റെ പേരെന്തെന്നും വേണം. 1959 fluid mosaic model, 1900 lipoidal model, 1938 unit membrane model and 1972 fluid mosaic model. ഏതാണ് മോഡലിന്റെ പേരെന്തെന്നും അറിയണം, ഇയറും അറിയണം. Okay, Singer and Nicholson in their contribution towards the cytology. Yes, the time is up. The right answer is here. That is a fluid mosaic model. NCERT പറഞ്ഞിട്ടുള്ളതാണ് fluid mosaic model. Lipid bilayer'um അതിൽ പ്രോട്ടീൻസിന്റെ ഫ്ലൂയിഡിറ്റിനെയും കുറിച്ച്, which is developed in 1972 by the Singer and Nicholson. Okay, ലോകത്തെ widely accepted ആയിട്ടുള്ള സെൽ മെംബ്രെയിനിന്റെ മോഡലാണ് fluid mosaic model. Yeah, discovered and explained by Singer and Nicholson in 1972. 2 ലെയർ ലിപ്പിഡുകൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിനെ ലിപ്പിഡ് ബൈലെയർ എന്നൊക്കെ സെൽ മെംബ്രെയിനെ വിളിക്കാറ്. 2 ലെയറുകളുടെയും ഹൈഡ്രോഫിലിക് ആയ പോളാറായ ഹെഡ്സ് ഔട്ട്സൈഡിലേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുമ്പോൾ അതിൻ്റെ ഹൈഡ്രോഫോബിക് ആയ നോൺ പോളാറായ ടെയിലുകൾ ഉള്ളിലേക്കാണ് പ്രൊജക്ട് ചെയ്ത് നിൽക്കുക, അല്ലേ? അതിൽ പ്രോട്ടീനുകളെ കാണാറുണ്ട്, ഇൻ്റഗ്രൽ പ്രോട്ടീൻസിനെയും പെരിഫറൽ പ്രോട്ടീൻസിനെയും. സർഫസ് പ്രോട്ടീൻസ് ആണ് പെരിഫറൽ പ്രോട്ടീൻസ്, പാർഷ്യലി ഓർ ഫുള്ളി ബറീഡ് ആയി കാണപ്പെടുന്ന പ്രോട്ടീൻസ് ആണ് ഇൻ്റഗ്രൽ പ്രോട്ടീൻസ്.
ഇന്റഗ്രൽ പ്രോട്ടീൻസിന് മൂവ്മെന്റിനുള്ള കേപ്പബിലിറ്റി ഉണ്ട് ലിപ്പിഡ് ബൈലെയറിൽ അല്ലേ, ഫ്ലൂയിഡിറ്റി ഉണ്ട്. ആ ഇന്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീൻസ് ആണ് കാരിയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുക. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിലുമുണ്ട് കാരിയർ, ആക്റ്റീവ് ട്രാൻസ്പോർട്ടിലുമുണ്ട് കാരിയർ. റൈറ്റ്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിലെ കാരിയർ പാസീവ് ട്രാൻസ്പോർട്ട് ആണല്ലോ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, അതുകൊണ്ട് എനർജി ഉപയോഗിക്കാതെയാണ് വർക്ക് ചെയ്യുക. പക്ഷേ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിലെ കാരിയർ പമ്പിംഗ് ആണ് നടത്തുക എഗെയിൻസ്റ്റ് എ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ ഫ്രം ദ ലോവർ കോൺസെൻട്രേഷൻ ടു ദ ഹയർ, അതുകൊണ്ട് എനർജിയും യൂട്ടിലൈസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുക. കാരിയർ പ്രോട്ടീനുകൾക്കെല്ലാം സെലക്ഷൻ ഉണ്ട്, അഥവാ അവർ സ്പെസിഫിക് ആണ്. സാച്ചുറേഷൻ ഉണ്ട്. ദ ടൈം പോയിന്റ് വെൻ ഓൾ ദ കാരിയേഴ്സ് ആർ ബീങ് യൂസ്ഡ് ഈസ് കോൾഡ് ദ saturation and they are sensitive to the inhibitors. Anyway, the universally accepted model of cell membrane is a fluid mosaic model discovered by Singer and Nicholson in the year 1972. Okay, yes, okay ആണെന്ന് വിചാരിക്കുന്നു. Okay, ലീഡർ ബോർഡ് ഞാൻ ഒരുമിച്ച് ലാസ്റ്റ് പറഞ്ഞാൽ മതിയോ എന്ന് വിചാരിച്ചിട്ടാണ് മിസ്ന. ഓക്കെ, യാ, സോ ലീഡർ ബോർഡ് അവിടെ നിൽക്കട്ടെ, നമുക്കതിനെ അറ്റ് ലാസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അസസ് ചെയ്യാം. Question number 4 out of 40. Here comes the question. One of the most important functions of the plasma membrane is cell membrane എന്ന plasma membrane major function. Formation of nuclear membrane, transport of molecules across it, exocytosis, detoxification. So choose the right one well. Okay, come on everybody, be strong enough and took the right answer. Yes, time is running. Countdown starts. 3, 2, 1 and the time is up. The right answer is transport of molecules across it. സെല്ലിനകത്തേക്കും സെല്ലിൽ നിന്ന് പുറത്തേക്കും വസ്തുക്കളെ ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് സെൽ മെംബ്രെയിൻ്റെ ഏറ്റവും മേജർ ആയിട്ടുള്ള ഡ്യൂട്ടി, ഫംഗ്ഷൻ. അത് നമ്മളോട് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് ചാപ്റ്ററിൽ തന്നെ സെൽ മെംബ്രെയിൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയുന്നുണ്ട്. കൂടാതെ ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സിൽ അതിനെക്കുറിച്ച് ധാരാളം ഡീറ്റെയിൽസും ഉണ്ട്. എനർജി ഉപയോഗിക്കാതെ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് അനുസരിച്ച് നടക്കുന്ന പാസീവ് ട്രാൻസ്പോർട്ട്സ് ആയ ഡിഫ്യൂഷനുകളെയും കൂടാതെ എഗെയിൻസ്റ്റ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ എനർജി ഉപയോഗിച്ച് നടക്കുന്ന ആക്റ്റീവ് ട്രാൻസ്പോർട്ടുകളെല്ലാം അക്രോസ് ദ സെൽ മെംബ്രെയിൻ ആണ് നടക്കാറുള്ളത്. ഒരു സെല്ലിനകത്തേക്ക് വസ്തുക്കൾ കടന്നു വരാം അല്ലേ, യാ, എൻഡോസ്മോസിസ് എന്നൊക്കെ രീതിയിൽ, പുറത്തേക്കാവാം എക്സോസ്മോസിസ് എന്ന രീതിയിലും. സെല്ലിനകത്തേക്ക് സോളിഡ് ആയ വസ്തുക്കളെയാണ് എടുക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ഫാഗോസൈറ്റോസിസ് എന്ന് വിളിക്കും. ഫാഗോസൈറ്റോസിസ്. ഓക്കെ, യാ, ഒരു തരം എൻഡോസൈറ്റോസിസ് ആണ് ഫാഗോസൈറ്റോസിസ്. പുറമേ നിന്ന്, സെല്ലിന്റെ പുറത്തുനിന്ന് സെല്ലിന്റെ ഉള്ളിലേക്ക് വസ്തുക്കളെ കൊണ്ടുവരലാണ് എൻഡോസൈറ്റോസിസ്. ആ കൊണ്ടുവരുന്നത് സോളിഡ് ആയ വസ്തുക്കളെ ആണെങ്കിൽ അതിനെ ഫാഗോസൈറ്റോസിസ് എന്ന് വിളിക്കും. അതല്ല ലിക്വിഡിനെയാണ് ഇൻടേക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ PINO പിനോസൈറ്റോസിസ് എന്നും വിളിക്കും. റൈറ്റ്, യെസ്. അപ്പൊ അതിന്റെ എക്സോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെല്ലിൽ നിന്ന് പുറത്തേക്ക് വസ്തുക്കൾ പോണതിന്റെ വാക്കാണ് എന്ത്? എക്സോസൈറ്റോസിസ്. അതിന് ഓപ്പോസിറ്റായി സെല്ലിനകത്തേക്ക് വസ്തുക്കൾ വരലാണ് എൻഡോസൈറ്റോസിസ്. എൻഡോസൈറ്റോസിസ് സോളിഡ് വസ്തുക്കളുടേതാണെങ്കിൽ ഫാഗോസൈറ്റോസിസ്. അതല്ല, അകത്തേക്ക് കയറുന്ന എൻഡോസൈറ്റോസിസ് ലിക്വിഡ് ആണ് കൊണ്ടുവരുന്നതെങ്കിൽ അതിനെ പിനോസൈറ്റോസിസ് എന്നൊക്കെയാണ് വിളിക്കാറ് കേട്ടോ. സോ ട്രാൻസ്പോർട്ട് ഓഫ് മോളിക്യൂൾസ് അക്രോസ് ദ മെംബ്രെയിൻ, അതാണ് മെംബ്രെയിൻ്റെ ഏറ്റവും വലിയ ഫംഗ്ഷൻ. Okay, your quiz was not amazing like everybody. Yeah, and because നമ്മൾ ഡീൽ ചെയ്യുന്നത് 3 ചാപ്റ്റേഴ്സിനെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഹറീഡ് ആയിട്ട് തന്നെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അലൻ ജെയിംസ്, സോ സോറി ഇഫ് ഇറ്റ് ഈസ് നോട്ട് അപ് ടു യുവർ മാർക്ക്. ഓക്കെ, I will try to improve. Yeah, thank you. And now because an entertainment element may be lacking here, right? ലീഡർ ബോർഡ് ഇവിടെ കാണുന്നുണ്ട്, ക്വിക്ക് ആൻസർ തന്ന മെമ്പേഴ്സിനെയും കാണുന്നുണ്ട് കേട്ടോ. Here comes the question number 5 out of 40. Listen to the question and try to get the right answer at the earliest. Sodium potassium pump is an example of. പമ്പ് എന്ന സഫിക്സോട് കൂടി വരുമ്പോൾ അതെങ്ങനെയാണ് ആവുക എന്നുള്ളത് അറിയണം. പാസീവ് ട്രാൻസ്പോർട്ട്, ഓസ്മോസിസ്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആൻഡ് സിമ്പിൾ ഡിഫ്യൂഷൻ. പമ്പ് എന്ന സഫിക്സ് വരുമ്പോൾ അത് ഇതിൽ എന്താണ് എന്നത് ഓർത്ത് വെക്കണം. പമ്പ് എങ്ങനെയാണ് പമ്പ് വർക്ക് ചെയ്യുക എന്നുള്ളത് ഓർത്താൽ മതി. മോട്ടോർ പമ്പൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത്.
Okay, so the sodium potassium pump is an example of. Countdown starts. Time is up. The right answer is active transport. പമ്പിങ്ങിന് എപ്പോഴും എനർജി വേണം. പമ്പിങ് എപ്പോഴും അപ്ഹിൽ ആയിട്ടാണ് നടക്കാറ്. അപ്ഹിലായി ഓക്കെ, അപ്ഹിലായി നടക്കുന്നതിന് വേണ്ടി എനർജി കൺസ്യൂം ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ പമ്പ് എന്ന് പറയാം. അതിപ്പോൾ പ്രോട്ടോൺ പമ്പ് എന്നതും ആയിക്കൊള്ളട്ടെ, സോഡിയം പൊട്ടാസ്യം പമ്പ് എന്നും ആയിക്കൊള്ളട്ടെ, അതെല്ലാം ആക്റ്റീവ് ട്രാൻസ്പോർട്ടുകൾക്ക് എക്സാമ്പിൾസ് ആണ്. ഡിഫ്യൂഷനുകൾ ഒരിക്കലും പമ്പ് എന്ന് വിളിക്കില്ല. ഡിഫ്യൂഷനുകൾ എല്ലായ്പ്പോഴും പാസീവ് ആണ്. അതിന് എനർജീൻ്റെ ആവശ്യമില്ല. അത് ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ ആണ് നടക്കുക. അതുകൊണ്ട് അത് ഒരു പാസീവ് ആയിട്ടുള്ള പ്രോസസ് ആണ്. But if the movement is from the lower concentration to the higher concentration in an uphill manner, അവിടെ എനർജീൻ്റെ റിക്വയർമെന്റ് വരും. അപ്പൊ നമ്മൾ അതിനെ പമ്പിങ് എന്ന് വിളിക്കും. So sodium potassium pump, proton pump, all are pumping active transports. Right. പാസീവ് ട്രാൻസ്പോർട്ട് എന്നതൊരു ജനറൽ ടേം ആണ്. എനർജി റിക്വയർമെന്റ് ഇല്ലാതെ നടക്കുന്ന മൂവ്മെന്റ്സിനെയാണ് പാസീവ് ട്രാൻസ്പോർട്ട് എന്ന് വിളിക്കുക. Passive transport is not dependent on the energy, as the passive transport is always based on a concentration gradient, where the movement is from a higher concentration to the lower concentration. അതിനൊരു എക്സാമ്പിൾ ആണ് ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ ഓഫ് വാട്ടറിന്റെ പേരാണ് എന്ത്? ഓസ്മോസിസ്. സെക്കൻഡ് ഓപ്ഷനിലുള്ളത് ഓസ്മോസിസ് ആണ്. ഡിഫ്യൂഷൻ ഓഫ് വാട്ടറിന്റെ പേരാണ് എന്ത്? ഓസ്മോസിസ്. അവിടെ മൂവ് ചെയ്യുന്നത്, അവിടെ ഡിഫ്യൂസ് ചെയ്യുന്നത് വാട്ടർ ആണ്, സോൾവെന്റ് ആയ വാട്ടർ. എവിടെ നിന്ന്? ആ വാട്ടറിന്റെ കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്ത് നിന്ന് വാട്ടറിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞ സ്ഥലത്തേക്ക് വാട്ടർ മോളിക്യൂൾസ് തന്നെ ഒരു സെലക്റ്റീവ്ലി ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനിൽ കൂടി ഡിഫ്യൂഷൻ നടത്തുന്നതിന്റെ പേരാണ് എന്ത്? ഓസ്മോസിസ്. ഓസ്മോസിസിന് പലപ്പോഴും നമ്മളൊരു തെറ്റായ ഡെഫിനിഷൻ ആണ് പറയാറ്. ഇറ്റ് ഇസ് എ മൂവ്മെന്റ് ഓഫ് വാട്ടർ ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ എന്ന്. അവിടെ ഒരു പ്രശ്നമുണ്ട്. ആരുടെ കോൺസെൻട്രേഷൻ ആണെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യാത്തതാണ് പ്രശ്നം. അതുകൊണ്ട് മൂവ്മെന്റ് ഓഫ് വാട്ടർ ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. മൂവ്മെന്റ് ഓഫ് വാട്ടർ ഫ്രം ഇറ്റ്സ് ഹയർ കോൺസെൻട്രേഷൻ ടു ഇറ്റ്സ് ലോവർ കോൺസെൻട്രേഷൻ എന്ന് തന്നെ പറയണം. വാട്ടറിന്റെ കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്ത് നിന്ന് വാട്ടറിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞ സ്ഥലത്തേക്ക് ഒരു സെമി ഒരു സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിനിൽ കൂടി മൂവ് ചെയ്യുക, അപ് ടു മേക്കിംഗ് ആൻ ഇക്വിലിബ്രിയം. അതിന്റെ പേരാണ് എന്ത്? ഓസ്മോസിസ്. വാട്ടറിന്റെ കോൺസെൻട്രേഷൻ കൂടുതൽ എന്ന് പറയുമ്പോൾ, സോൾവെന്റിന്റെ കോൺസെൻട്രേഷൻ കൂടുതൽ എന്ന് പറയുമ്പോൾ വാട്ടർ പൊട്ടൻഷ്യൽ കൂടുതലുള്ള സ്ഥലമാണ്. അവിടെ വാട്ടർ കൂടുതലായതുകൊണ്ട് സൊല്യൂട്ട് കുറവാണ്. അവിടെ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ കുറവാണ്, ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ ആണ്. ഓക്കെ, വാട്ടറിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞ സ്ഥലത്തേക്കാണ് മൂവ് ചെയ്യുക. അപ്പൊ അവിടെ വാട്ടർ കുറവാണ് അഥവാ സോൾവെന്റ് കുറവാണ് അഥവാ വാട്ടർ പൊട്ടൻഷ്യൽ കുറവാണ് അഥവാ സൊല്യൂട്ടിന്റെ അളവ് കൂടുതലാണ്. അതുകൊണ്ട് സൊല്യൂഷന്റെ കോൺസെൻട്രേഷനും കൂടുതലാണ്. അതൊരു ഹൈപ്പർ ടോണിക് സൊല്യൂഷൻ ആയിരിക്കും. സോ സൊല്യൂഷൻ വെച്ച് പറയുകയാണെങ്കിൽ ഹൈപ്പോട്ടോണിക്കിൽ നിന്ന് ഹൈപ്പർ ടോണിക്കിലേക്കാണ് ഓസ്മോസിസ് നടക്കുക. വാട്ടർ പൊട്ടൻഷ്യലോ വാട്ടറിന്റെ കോൺസെൻട്രേഷനോ വെച്ച് പറയുവാണെങ്കിൽ വാട്ടർ പൊട്ടൻഷ്യലും വാട്ടർ കോൺസെൻട്രേഷനും കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് വാട്ടർ പൊട്ടൻഷ്യലും വാട്ടറിന്റെ കോൺസെൻട്രേഷനും കുറവുള്ള സ്ഥലത്തേക്കാണ് ഓസ്മോസിസ് നടക്കുക. ഏതെങ്കിലും ഒരു രീതിയിൽ ആലോചിച്ച് വെച്ചാൽ മതിയാവും. നമ്മുടെ ആൻസർ ആക്റ്റീവ് ട്രാൻസ്പോർട്ടുകളായിരുന്നു, പമ്പുകൾ. പിന്നെ സിമ്പിൾ ഡിഫ്യൂഷൻ എന്നൊന്നുണ്ട്. പാസീവ് ട്രാൻസ്പോർട്ടിന് എക്സാമ്പിൾ ആയ ഡിഫ്യൂഷൻ അത് സെൽ മെംബ്രെയിനിൽ കൂടി നടക്കുമ്പോൾ സെൽ മെംബ്രെയിനിന്റെ മേജർ കണ്ടന്റ് ആയ ലിപ്പിഡിൽ ലയിക്കുന്ന വസ്തുക്കൾക്ക്, ലിപ്പോഫിലിക് ആയ വസ്തുക്കൾക്ക് അത് ലിപ്പിഡ് ബൈലെയറിൽ കൂടി അലിഞ്ഞ് ലയിച്ചിറങ്ങാൻ പറ്റും. അതിന്റെ പേരാണെന്ത്? സിമ്പിൾ ഡിഫ്യൂഷൻ. അഥവാ ഡിഫ്യൂഷൻ ആയതുകൊണ്ട്, പാസീവ് ട്രാൻസ്പോർട്ട് ആയതുകൊണ്ട് അതിന് എനർജി വേണ്ട. അത് ലിപ്പോഫിലിക് മൊയിറ്റി ആയതുകൊണ്ട്, ലിപ്പിഡിൽ ലയിക്കുന്ന വസ്തുക്കളായതുകൊണ്ട് ക്യാരിയറും വേണ്ട. അതുകൊണ്ട് തന്നെ ക്യാരിയറിന്റെ സ്പെസിഫിക്കേഷൻസ് ആയ സെലക്ഷൻ എന്ന സ്പെസിഫിസിറ്റിയും സാച്ചുറേഷനും സെൻസിറ്റിവിറ്റി ടു ഇൻഹിബിറ്റേഴ്സും ഉണ്ടാവില്ല. അതിന്റെ പേരാണെന്ത്? സിമ്പിൾ ഡിഫ്യൂഷൻ. പക്ഷെ നിങ്ങൾക്ക് അറിയാലോ, ചാർജ്ഡ് അയോണുകൾ, അത് പ്രോട്ടോൺ ആയിക്കൊള്ളട്ടെ, ഓക്കെ, ചാർജ്ഡ് അയോണുകൾക്ക് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഉണ്ടെങ്കിൽ പോലും ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് ഡിഫ്യൂഷൻ ആണ് നടക്കുന്നതെങ്കിൽ പോലും ചാർജ്ഡ് അയോണുകൾ ലിപ്പോഫോബിക് ആയിട്ടാണ് വർക്ക് ചെയ്യുക. അപ്പോ ലിപ്പിഡ് ബൈലെയറിലെ ഇന്റഗ്രൽ പ്രോട്ടീനുകൾ ചാനലുകളായി വർക്ക് ചെയ്യേണ്ടതുണ്ട്. എനർജി ആവശ്യമില്ല, ക്യാരിയർ വേണം.
അതിന്റെ പേരാണ് എന്ത്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഓക്കെ, ഡിഫ്യൂഷൻ ഓഫ് വാട്ടറിന്റെ പേര് ഓസ്മോസിസ് എന്നാണെങ്കിൽ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഓഫ് ചാർജ്ഡ് അയോൺസ് ലൈക്ക് പ്രോട്ടോൺസ് അതിന്റെ പേരാണ് കെമിയോസ്മോസിസ്. ആ വാക്ക് പലയിടത്ത് കേട്ടിട്ടുണ്ട്. ഫോട്ടോസിന്തസിസിന്റെ ഭാഗമായി തൈലക്കോയിഡ് മെംബ്രെയിനിൽ ഒരു കെമിയോസ്മോസിസ് കേട്ടിട്ടുണ്ട് അല്ലെ? റെസ്പിറേഷന്റെ ഭാഗമായി മൈറ്റോകോൺഡ്രിയന്റെ ഇന്നർ മെംബ്രെയിനിൽ കെമിയോസ്മോസിസ് എന്ന് കേൾക്കാറുണ്ട്. അപ്പൊ എന്താണ് കെമിയോസ്മോസിസ്? ദ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഓഫ് lipophobic charged ions like protons H+ is said to be chemiosmosis. Diffusion of water is osmosis and the facilitated diffusion of charged ions called chemiosmosis. Okay, നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണോ മക്കളെ ഞാൻ പറയുന്ന കാര്യങ്ങൾ? വല്ല ബെനിഫിറ്റ്സും ഉണ്ടോ? ഓക്കെ, ഓൾറൈറ്റ്. I don't know whether it is okay to you or ജെയിംസ് പറയുന്നത് പോലെ ഇറ്റ്സ് നോട്ട് അപ് ടു മാർക്ക് എന്ന് പറയുന്നവരുണ്ടോ എന്ന് അറിയില്ല. ഇസ് ഇറ്റ് ഇൻഫോർമേറ്റീവ് ടു യു അജയ്? ഓക്കെ, യെസ്, ഫൈൻ. റൈറ്റ് ആൻസറുമായി 12 മെമ്പേഴ്സ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ, ലീഡർ ബോർഡ് ഇവിടെ ഉണ്ട്. ലീഡർ ബോർഡ് നമുക്ക് ഫൈനൽ ആയിട്ട് അറിയാം, ഓരോ ക്വസ്റ്റ്യൻ്റെ അറിയുന്നതിനേക്കാൾ നല്ലത്. എനിവേ, അബിർ സബീസ് ഹിയർ വിത്ത് ദ റൈറ്റ് ആൻസർ. We are moving on to the next question. Question number 6 out of 40. Question is here. Which one of the following is not a component of endomembrane system? അതിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി ബോഡി, ലൈസോസോം, വാക്യൂൾ, ന്യൂക്ലിയസ് എന്നൊക്കെ തന്നിട്ടുണ്ട്. ഓപ്ഷൻസിൽ ബോത്ത് എ ആൻഡ് സി, ഓൺലി സി, ഡി ആൻഡ് ഇ ബോത്ത്, ഓൺലി ഇ എന്നും തന്നിട്ടുണ്ട്. സോ എൻഡോമെംബ്രെയിൻ സിസ്റ്റം എന്താണ്, അതിൽ മേജറായി ഇൻവോൾവ് ചെയ്യുന്നത് ആരൊക്കെയാണ് എന്നറിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റൂ അല്ലേ? സോ ആരാണ് എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിൽ ഇൻവോൾവ് ചെയ്യാണ്ടിരിക്കുന്നത് ഇക്കൂട്ടത്തിൽ? യെസ്, ടൈം ഈസ് running, the time is up. The right answer is only E. Nucleus ഒരു എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിന്റെ ഭാഗമല്ല. എന്താണ് എൻഡോമെംബ്രെയിൻ സിസ്റ്റം? യൂകാരിയോട്ടിക് ഓർഗാനിസംസിൽ ഒന്നിലധികം മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനലുകൾ കോർഡിനേറ്റഡ് ആയി വർക്ക് ചെയ്യുന്നതിന്റെ പേരാണ് എൻഡോമെംബ്രെയിൻ സിസ്റ്റം. ഒരു ടിപ്പിക്കലായ പ്ലാന്റ് സെല്ലാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ ടിപ്പിക്കൽ ലിവിങ് പ്ലാന്റ് സെല്ലിന്റെ എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിൽ ഇൻവോൾവ് ചെയ്യുന്ന സെൽ ഓർഗനലുകളാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി ബോഡീസ്, ലൈസോസോംസ് ആൻഡ് വാക്യൂൾസ്. പ്ലാന്റ്സിന് വാക്യൂൾ വിട്ടിട്ടുള്ള കളിയില്ല. കാരണം ലിവിങ് ആയ മെച്യൂർ ആയ പ്ലാന്റ് സെൽസിന് മോർ ദാൻ 90% ഓഫ് സെൽ വോളിയവും ഒരു വാക്യൂളാണ് ഉണ്ടാവുക. പൊതുവെ വാക്യൂളുകൾ 4 തരമാണുള്ളതെന്ന് അറിയാം. ഗ്യാസ് വാക്യൂൾസ് അല്ലെങ്കിൽ എയർ വാക്യൂൾസ് ഉണ്ട്, ഫുഡ് വാക്യൂൾസ് ഉണ്ട്, കൺട്രാക്റ്റൈൽ വാക്യൂൾ അമീബ പോലത്തെ അവരുടെ എക്സ്ക്രീഷന് വേണ്ടിയുണ്ട്, ആൻഡ് സാപ്പ് വാക്യൂളും ഉണ്ട്. 4 തരം വാക്യൂളുകളുണ്ട്. അതിൽ പ്ലാന്റ്സിൽ കാണുന്നത് സാപ്പ് വാക്യൂൾസ് ആണ്. സാപ്പ് എന്ന് വെച്ചാൽ ഒരു സൊല്യൂഷൻ ആണ്. സൈലം സാപ്പ് എന്ന് പറഞ്ഞാൽ സൈലത്തിൽ കൂടി പോണ വാട്ടർ ആൻഡ് മിനറൽ ചേർന്ന സൊല്യൂഷൻ ആണ്. ഫ്ലോയം സാപ്പ് എന്നാൽ സൂക്രോസ് സൊല്യൂഷൻ ആണ്, ഫ്ലോയത്തിന്റെ സീവ് ട്യൂബിൽ കൂടി കടന്നു പോകുന്നത്. സെൽ സാപ്പ് എന്ന് പറയുമ്പോൾ സെല്ലിലെ സൊല്യൂഷൻ ആണ്, അത് സൈറ്റോസോൾ ആണ്. എന്നതുപോലെ സാപ്പ് വാക്യൂൾ എന്ന് പറയുമ്പോൾ ദ വാക്യൂൾ ഈസ് ഫിൽഡ് വിത്ത് എ സാപ്പ്, ഫിൽഡ് വിത്ത് എ സൊല്യൂഷൻ. കുറെ വാട്ടറും കുറച്ച് മിനറൽസും എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സും ഒക്കെ ചേർന്നത്. ഒരു മെച്യൂർ ആയ പ്ലാന്റ് സെൽ, കൃത്യമായി പറയണു മെച്യൂർ ആയ പ്ലാന്റ് സെൽ അഥവാ ഇമ്മെച്യൂർ ആയ മെരിസ്റ്റം അല്ല. ബിക്കോസ് മെരിസ്റ്റമാറ്റിക് സെൽസിൽ വാക്യൂൾ ഈസ് എയ്തർ ആബ്സെന്റ് ഓർ വെരി സ്മോൾ എന്നാ പഠിച്ചിട്ടുണ്ടാവുക. മെച്യൂർ ആയ ഡെഡ് ആയ പ്ലാന്റ് സെൽസിന് സെൽ വാൾ മാത്രമേ ഉണ്ടാവൂ, ഡെഡ് സെൽ വാൾ. ഉള്ളിൽ പ്രോട്ടോപ്ലാസ്റ്റ് ഉണ്ടാവില്ല. അവിടെ സ്ക്ലീറൻ കൈമയ്ക്കോ സൈലത്തിലെ ട്രക്കീഡ്സ്, വെസൽസ്, സൈലം ഫൈബേഴ്സ് തുടങ്ങിയ ഡെഡ് ആയ സെല്ലുകൾക്കോ ഈ പറയണതൊന്നുമില്ല. അവർക്കൊക്കെ ഡെഡ് സെൽ വാൾ മാത്രമേ ഉണ്ടാവൂ. മെച്യൂർ ആയ ലിവിങ് ആയ പ്ലാന്റ് സെൽസ്, അത് പാരൻ കൈമയും കോളൻ കൈമയുമാണ്. അവർക്ക് സെല്ലിന്റെ വോളിയമിന്റെ മോർ ദാൻ 90%ഉം വാക്യൂൾ ആണ്, സാപ്പ് വാക്യൂൾ, covered by a single plasma membrane called the tonoplast, filled with a sap, filled with a solution. Okay, അപ്പോ endoplasmic reticulum, whether it is a rough meant for protein synthesis or smooth meant for lipid biosynthesis, okay, followed by the Golgi apparatus, plants ൽ അതിനെ dictyosomes എന്നൊക്കെ വിളിക്കാറുണ്ട്.
അത് ലൈക്ക് സാക്ക് ലൈക്ക് സിസ്റ്റർനെകളെ കൊണ്ട് ഫോം ചെയ്തതാണ്. ഇസ് ഇറ്റ്? ആൻഡ് ഫോളോഡ് ബൈ ദ ലൈസോസോം, സൂയിസൈഡൽ ബാഗ്സ് എന്ന് വിളിക്കാറുള്ള ഹൈഡ്രോലിറ്റിക് എൻസൈമുകളെ നിറച്ച അസിഡിക് pH-ൽ വർക്ക് ചെയ്യുന്ന ഫുഡ് ഡൈജഷനെയും പാത്തോജൻ ഡൈജഷനെയും സഹായിക്കുന്ന ആള് ലൈസോസോംസ്, റൈറ്റ്? ആൻഡ് ഓൾസോ ദ വാക്യൂൾസ്, അവരുടെ ഫങ്ഷൻസ് കോർഡിനേറ്റഡ് ആണ്. അതിന്റെ പേരായിരുന്നു എൻഡോമെംബ്രെയിൻ സിസ്റ്റം. അതിൽ ന്യൂക്ലിയസ് ഇൻവോൾവ് ചെയ്തിട്ടില്ല. ബാക്കിയെല്ലാം ഉണ്ട്. യെസ്, ദ ചെക്കർ ബോഡി ഈസ് ഹിയർ. And right answer members are here. Moving on to the question number 7. Yeah, thank you so much, James, as you are enjoying the explanation. Thank you. An elaborate network of filamentous proteinaceous structures present in the cytoplasm, which helps in the maintenance of cell shape, is called. Cell shape ne kurichu korchu കാര്യമൊക്കെ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. Options: endoplasmic reticulum, plasma lemma, ribosomes and cytoskeleton. An elaborate network of filamentous proteinaceous structures present in the cytoplasm, which helps in the maintenance of cell shape. The right answer is cytoskeleton. നമുക്ക് നമ്മുടെ പെർട്ടിക്കുലർ ഷേപ്പ്, നമ്മുടെ ബോഡിന്റെ പോസ്ചർ, നമ്മുടെ ബോഡിന്റെ ഷേപ്പ്, നമ്മുടെ ഹൈറ്റ്, അതിനൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത് നമ്മുടെ സ്കെലിറ്റൻ ആണല്ലേ, നമ്മുടെ ബോൺ കൊണ്ടുണ്ടാക്കിയ സ്കെലിറ്റൻ. എന്നതുപോലെ ഒരു സെല്ലിന്റെ, ഒരു ലിവിങ് സെല്ലിന്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ സഹായിക്കുന്ന നെറ്റ്വർക്ക് ഓഫ് പ്രോട്ടീനേഷ്യസ് സ്ട്രക്ചേഴ്സിനെ വിളിക്കുന്ന പേരാണ് സൈറ്റോസ്കെലിറ്റൻ. അതിലെ മെയിൻ കോമ്പണന്റ് ആണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. സൈറ്റോസ്കെലിറ്റനിന്റെ ഒരു കോമ്പണന്റ് ആണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. നമ്മുടെ ക്വസ്റ്റ്യനില് ടു മെയിൻറ്റെയിൻ ദ ഷേപ്പ് ഓഫ് സെല്ലിസ് എന്ന് ചോദിച്ചതുകൊണ്ട്, ഷേപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ സൈറ്റോസ്കെലിറ്റന് പ്രയോറിറ്റി കൊടുക്കേണ്ടി വന്നതാണ്. ആ സൈറ്റോസ്കെലിറ്റനിലെ ഒരു മേജർ കണ്ടന്റ് ആണ്, ഒരു മേജർ മെമ്പർ ആണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പേരുള്ള ആ ഫിലമെന്റസ് ആയിട്ടുള്ള ബ്രാഞ്ചഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ഫിൽ ചെയ്യുമ്പോൾ സെൽസിന് ഷേപ്പ് കിട്ടാറുണ്ട്. മക്കളെ, സെൽസിന് ഷേപ്പ് പ്രൊവൈഡ് ചെയ്യാൻ മാക്സിമലി 2 സ്ട്രക്ചേഴ്സ് ആണുള്ളത്. അതിലൊന്നാണ് സൈറ്റോസ്കെലിറ്റൻ. അത് പക്ഷേ യൂക്യാരിയോട്ടുകൾക്ക് മാത്രമേ ഉണ്ടാവാറുള്ളൂ. യൂക്യാരിയോട്ടുകൾക്ക് മാത്രമേ സൈറ്റോസ്കെലിറ്റൻ ഉള്ളൂ. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന മെംബ്രെയിൻ ബൗണ്ട് ആയ സ്ട്രക്ചർ കൊണ്ട് ഫിൽ ചെയ്ത് ഫോം ചെയ്യുന്ന സൈറ്റോസ്കെലിറ്റൻ യൂക്യാരിയോട്ടിക് സെൽസിന് ഷേപ്പ് പ്രൊവൈഡ് ചെയ്യാനേ സഹായിക്കാറുള്ളൂ. സെൽസിന് ഷേപ്പ് പ്രൊവൈഡ് ചെയ്യാനുള്ള മറ്റൊരു സ്ട്രക്ചർ അത് സെൽ വാൾ ആണ്, റിജിഡ് ആയ സെൽ വാൾ. അപ്പൊ ബാക്ടീരിയകളുടെ കാര്യം എടുക്കൂ. ബാക്ടീരിയ പ്രോകാരിയോട്ട് ആണ്. അതുകൊണ്ട് ബാക്ടീരിയകൾക്ക് സൈറ്റോസ്കെലിറ്റൻ ഇല്ല. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കൊണ്ട് ഫോം ചെയ്ത സൈറ്റോസ്കെലിറ്റൻ ഇല്ല. ബാക്ടീരിയകളുടെ ഷേപ്പ് സ്ഫെറിക്കൽ കോക്കസ് ഓർ കോസായി, റോഡ് ലൈക്ക് ബാസിലസ് ഓർ ബാസിലായി, കോമ ലൈക്ക് വിബ്രിയം ഓർ വിബ്രിയോ, സ്പൈറൽ ലൈക്ക് സ്പൈറിലം ഓർ സ്പൈറില്ല എന്ന് തീരുമാനിക്കുന്നത് സെൽ വോൾ മാത്രമാണ്. അതുകൊണ്ട് കിങ്ഡം മൊനറ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ പറയുമ്പോൾ ബാക്ടീരിയകൾക്ക് സെൽ വാൾ ഉണ്ടെന്നും അത് ഷേപ്പ് പ്രൊവൈഡ് ചെയ്യുമെന്നും പറയുന്നുണ്ട്. ബാക്ടീരിയ പ്രോകാരിയോട്ട് ആയതുകൊണ്ട് സൈറ്റോസ്കെലിറ്റൻ ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മുടെ കാര്യം എടുത്താലോ, അനിമൽ സെൽസിന്റെ കാര്യം എടുത്താലോ, യൂക്യാരിയോട്ട് ആയതുകൊണ്ട് സൈറ്റോസ്കെലിറ്റൻ ഉണ്ട്, ബട്ട് വി ഡോണ്ട് ഹാവ് എ സെൽ വാൾ. അവിടെ അനിമൽസിന് ഷേപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? അത് ലൈക്ക് സൈറ്റോസ്കെലിറ്റൻ മാത്രമാണ്. ആസ് എ സെൽ വാൾ ഈസ് ലാക്കിംഗ് ഇൻ ആനിമൽസ്. ഫംഗസുകളിലും പ്ലാന്റ്സിലും യൂക്യാരിയോട്സ് ആണ്, ഫംഗസും അതെ പ്ലാന്റ്സും അതെ. അതുകൊണ്ട് സൈറ്റോസ്കെലിറ്റനും ഉണ്ട്. അവർ രണ്ടുപേരും സെൽ വാളും ഉള്ളവരാണ്. അതുകൊണ്ട് ഫംഗസുകളുടെയും പ്ലാന്റ് സെല്ലുകളുടെയും ഷേപ്പ് ഡിറ്റർമിൻ ചെയ്യാൻ സൈറ്റോസ്കെലിറ്റൻ ആസ് വെൽ സെൽ വാൾ ഉണ്ട്. അതേസമയം മൈക്കോപ്ലാസ്മകളെ മറക്കരുത്. കിങ്ഡം മൊനറയിൽ വരുന്ന പ്രോകാരിയോട്ടായ മെമ്പറാണ് മൈക്കോപ്ലാസ്മ, ദ സ്മോളസ്റ്റ് ലിവിംഗ് സെൽസ് എവർ നോൺ, including the PPLO, pleuropneumonia-like organisms. They can live even without oxygen. Is it? Most of them are pathogens. എന്നൊക്കെ പറഞ്ഞു പഠിച്ച മൈക്കോപ്ലാസ്മ പ്രോകാരിയോട്ട് ആയതുകൊണ്ട് അയാൾക്ക് സൈറ്റോസ്കെലിറ്റനും ഇല്ല, മാത്രമല്ല സെൽ വാളും ഇല്ല. അതുകൊണ്ട് കറക്റ്റ് ആയ ഷേപ്പേ ഇല്ല. മൈക്കോപ്ലാസ്മയ്ക്ക് ഒരു പെർട്ടിക്കുലർ ഷേപ്പ് ഇല്ല. They can easily change its shape and thus they are said to be pleomorphic. അതിനെയാണ് നമ്മൾ പ്ലിയോമോർഫിക് എന്ന് പറയാം.
അപ്പോൾ സെല്ലിന്റെ ഷേപ്പ് ഡിറ്റർമിൻ ചെയ്യുന്ന ഭാഗവുമായി അസോസിയേറ്റ് ചെയ്ത് ഇത്രയൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ അറിയാനുള്ളത്. ഓക്കെ, കൂടാതെ പ്ലാസ്മ മെംബ്രെയിൻ കവറിംഗ് ഇല്ലാത്ത സെൽ ഓർഗനലുകളെ നിങ്ങൾ ഓർത്തു വെക്കേണ്ടതുണ്ട്. റൈബോസോം നോൺ മെംബ്രെയിൻ ബൗണ്ട് ആണ്, പ്ലാസ്മ മെംബ്രെയിൻ കവറിംഗ് ഇല്ല. സെൻട്രോസോം മെയ്ഡ് ഓഫ് സെൻട്രിയോൾസ്, റൈറ്റ്, അതും പ്ലാസ്മ മെംബ്രെയിൻ കവറിംഗ് ഇല്ല. പെരിസെൻട്രിയോളാർ മാട്രിക്സ് അല്ലേ ഉള്ളൂ. അതുകൊണ്ട് നോൺ മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ് ആണ് റൈബോസോംസ് ആൻഡ് സെൻട്രോസോംസ് മെയ്ഡ് ഓഫ് സെൻട്രിയോൾസ്. ഓക്കെ, യാ, സിംഗിൾ മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനലുകളെയും മറക്കരുത്. വാക്യൂൾസ് ആൻഡ് ലൈസോസോംസ്. വാക്യൂളിന് സിംഗിൾ പ്ലാസ്മ മെംബ്രെയിൻ കവറിംഗേ ഉള്ളൂ. ലൈസോസോമിനും അതെ, സിംഗിൾ പ്ലാസ്മ മെംബ്രെയിൻ കവറിംഗേ ഉള്ളൂ. ഡബിൾ മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസിനെയും നമുക്കറിയാം. ന്യൂക്ലിയസ് പോലെ, മൈറ്റോകോൺട്രിയ പോലെ, ക്ലോറോപ്ലാസ്റ്റ് പോലത്തെ മെമ്പേഴ്സ് ഡബിൾ മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ് ആണ്. അതുകൂടി ഓർക്കണം കേട്ടോ. യെസ്, yeah, the result board is here, the leaderboard, and we are moving on to the next question. Question number 8 out of 40. Okay, nucleus as a cell organelle was first described by dash as early as dash എന്നാണ് question. ആര് എന്ന് ഏത് കാലത്തിന് മുമ്പ്? റോബർട്ട് ഹൂക്ക് as early as 1665, Robert Brown as early as 1831, Fleming, that means Alexander Fleming, as early as 1931, and Strasburger as early as 1831 എന്നതാണ് ഓപ്ഷൻസ് ഉള്ളത്. Okay, try to get the right answer. Yeah, the right answer is Robert Brown as early as 1931. റോബർട്ട് ബ്രൗൺ ആണ് ന്യൂക്ലിയസ് കണ്ടെത്തിയതെന്ന് NCERT മെൻഷൻ ചെയ്തിട്ടുണ്ട്. as early as 1831. ഓക്കെ, ഇവിടെ പറയുന്നത് റോബർട്ട് ഹുക്ക് ആണ് ഓപ്ഷൻ എയിലുള്ളത്. റോബർട്ട് ഹുക്ക് എന്തുമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത ആളാണ്? സെല്ലിന് ഓക്കെ മൈക്രോസ്കോപ്പിൽ കൂടി, ഒരു ക്രൂഡ് മൈക്രോസ്കോപ്പിൽ കൂടി, ഒരു ട്യൂബിന് രണ്ടറ്റത്തും ലെൻസുകൾ വെച്ച ഒരു ക്രൂക്കഡായ മൈക്രോസ്കോപ്പ് പോലത്തെ ഒരു സ്ട്രക്ചറിൽ കൂടി സെല്ലുകളെ ആദ്യമായി ഒബ്സർവ് ചെയ്യുകയും സെല്ലിന് സ്മോൾ റൂം, ഇടുങ്ങിയ റൂം എന്ന അർത്ഥം വരുന്ന സെല്ലുല എന്ന വാക്കിൽ നിന്ന് സെൽ എന്ന പേരുമിട്ടത് റോബർട്ട് ഹുക്ക് ആണ്. റോബർട്ട് ഹുക്കിന്റെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ അദ്ദേഹം ചിത്രരൂപേണ, അദ്ദേഹം ഒബ്സർവ് ചെയ്തതൊക്കെ ചിത്രങ്ങളായി ഒരു ബുക്കായി പബ്ലിഷ് ചെയ്തിരുന്നു, മൈക്രോഗ്രാഫിയ എന്ന പേരിൽ അല്ലേ. അദ്ദേഹം സെല്ലുകളെ കാണുന്നതിന് വേണ്ടി ഒബ്സർവ് ചെയ്തത് ബാർക്കിനെയാണ്. ആരാണ് ബാർക്ക്? പ്ലാന്റ്സിൽ സെക്കൻഡറി ഗ്രോത്തിന് ശേഷം വാസ്കുലാർ ക്യാമ്പിയം എന്ന ക്യാമ്പിയൽ റിംഗിന് എക്സ്റ്റീരിയർ ആയി കാണപ്പെടുന്ന സെക്കൻഡറി ഫ്ലോയം, പ്രൈമറി ഫ്ലോയം, പെരിസൈക്കിൾ, എൻഡോഡെർമിസ്, ദ കോർട്ടിക്കൽ റീജിയൻ, ഫെല്ലോഡേം എന്ന സെക്കൻഡറി കോർട്ടെക്സ്, ഫെല്ലോജൻ എന്ന കോർക്ക് ക്യാമ്പിയം, ഫെല്ലം എന്ന കോർ, all these structures together is said to be the bark, right? ആ ബാർക്കിന്റെ പുറമേ നിന്ന് ഇളകി വരുന്ന ഡെഡ് ആയ സെല്ലുകളെയാണ് അദ്ദേഹം ഒബ്സർവ് ചെയ്തത്. അപ്പൊ അദ്ദേഹം റിയൽ ആയി ലിവിങ് സെല്ലുകളെ കണ്ടിട്ടില്ല, ഡെഡ് ആയ സെല്ലുകളെ കണ്ടിട്ടുള്ളൂ. ഡെഡ് ആയ സെല്ലുകൾക്ക് പ്രോട്ടോപ്ലാസ്റ്റുകളില്ല, ഡെഡ് സെൽ വാൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഹണി കോംബ് പോലെ, തേനീച്ചക്കൂടിന്റെ അറകളെ പോലെ അദ്ദേഹത്തിന് കാണാൻ പറ്റിയത്, ചെറിയ ഇടുങ്ങിയ റൂമുകളെ പോലെ. ഓക്കെ, അത് ഡെഡ് സെൽ വാൾ മാത്രമാണ്. അതിനെയാണ് അദ്ദേഹം സെൽസ് എന്ന് വിളിച്ചത്. ഓക്കെ, ഫ്ലെമിംഗ്, അലക്സാണ്ടർ ഫ്ലെമിങ്ങിനെയാണ് ഉദ്ദേശിച്ചത്. ഫസ്റ്റ് ആന്റിബയോട്ടിക് ഡിസ്ക്രൈബ് ചെയ്തത് അദ്ദേഹമാണ്, ഡിസ്കവർ ചെയ്തത്. അത് കിങ്ഡം ഫഞ്ചയിൽ പെടുന്ന ആസ്കോമൈസീറ്റ് ആയ പെനിസിലിയം നൊട്ടേറ്റം എന്ന ഫംഗസിൽ നിന്നാണ് ഫസ്റ്റ് ആന്റിബയോട്ടിക് ആയി പെനിസിലിൻ കണ്ടുപിടിച്ചത്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആന്റിബയോട്ടിക്കുകളെ ഉൽപ്പാദിപ്പിക്കുന്നത് ഫിലമെന്റസ് ബാക്ടീരിയകളിൽ നിന്നാണ്. ആ ഫിലമെന്റസ് ബാക്ടീരിയകളെ നമ്മൾ വിളിക്കാറുള്ള പേര് ആക്ടിനോമൈസീഡ്സ് എന്നാണ്. എക്സാമ്പിൾ ആണ് സ്ട്രെപ്റ്റോമൈസസ്. സ്ട്രെപ്റ്റോമൈസസ് ഒരു ആക്ടിനോമൈസീറ്റ് ആയിട്ടുള്ള ബാക്ടീരിയമാണ്. ഫിലമെന്റ് പോലെ കാണുന്നുണ്ടെന്നേ ഉള്ളൂ. അത് ഫംഗൽ മൈസീലിയം അല്ല, മൈസീലിയ ലൈക്ക് പ്രോക്യാരിയോട്ട് ആണ്. സ്ട്രാസ്ബർഗിനെയും നെവാഷിനെയും ഒക്കെ നിങ്ങൾ കേട്ടത് ഡബിൾ ഫെർട്ടിലൈസേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ്. സിംഗമി ഡിസ്കവർ ചെയ്ത സയന്റിസ്റ്റിന്റെ പേരാണ് സ്ട്രാസ്ബർഗർ. ട്രിപ്പിൾ ഫ്യൂഷൻ കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആണ് നെവാഷിൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുക. By the right answer is Robert Brown and it was as early as 1831. Okay, all right. Right members and the right answer umayittu moving on to the question number 9. Okay, basic unit of life is
യൂണിറ്റിന്റെ പേരിലും ചാപ്റ്ററിന്റെ പേരിലും ഒക്കെ ഉണ്ടായിരുന്നത് തന്നെയാണ് സില്ലി ക്വസ്റ്റ്യൻ. ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് ഈസ് സെൽ, ടിഷ്യൂ, ഓർഗൻ ആൻഡ് ഓർഗൻ സിസ്റ്റം. ഏതാണ്? the basic unit of life. സെൽ തിയറി ഒക്കെ ഓർക്കുമ്പോഴേ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അല്ലേ? ആരാണ് ലൈഫിന്റെ ബേസിക് യൂണിറ്റ്? എന്തെങ്കിലും ഇല്ലെങ്കിലാണ്, ഏത് മിനിമൽ സ്ട്രക്ചർ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ജീവി എന്ന് വിളിക്കാൻ പറ്റുക. The time is about to end and the right answer is cell. Whether it is a plant, animal or whatever the living organism may be, the basic unit of life is a cell. Cell is the basic structural and functional unit of life. Okay, cells plants ഉണ്ട്, tissues ഉണ്ട്, organs like root, stem, leaves ഒക്കെ ഉണ്ട്. ഓർഗൻ സിസ്റ്റം അത് ആനിമൽ കിങ്ഡത്തിന് മാത്രമേ കാണാറുള്ളൂ. NCERT +1 ബയോളജി ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 17-ൽ RH ബുട്ടാക്കറിന്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ അവിടെ ബോഡി ഓർഗനൈസേഷൻ എന്ന താലസ് ഓർഗനൈസേഷൻ പറയുമ്പോൾ കിങ്ഡം മൊനറ സെല്ലുലാർ, ദാറ്റ് മീൻസ് യൂണിസെല്ലുലാർ. കിങ്ഡം പ്രൊഡിസ്റ്റ അഗൈൻ സെല്ലുലാർ, ദാറ്റ് മീൻസ് യൂണിസെല്ലുലാർ. കിങ്ഡം ഫംജായി, ദാറ്റ് ഈസ് മൾട്ടിസെല്ലുലാർ ബട്ട് മെയ്ഡ് ഓഫ് ലൂസ് ടിഷ്യൂ called the mycelium. Plants, the body is made of cells, tissues, organs വരെയുള്ളൂ. ഓർഗൻ സിസ്റ്റം എന്ന് ലിസ്റ്റ് ചെയ്തിട്ടില്ല. കിങ്ഡം ആനിമേലിയയിൽ മാത്രമാണ് ടിഷ്യൂസ്, ഓർഗൻസ് ആൻഡ് ഓർഗൻ സിസ്റ്റം എന്ന് ലിസ്റ്റ് ചെയ്തത്. അപ്പോ ഓർഗൻ സിസ്റ്റം കാണുന്നത് ആനിമൽ കിങ്ഡത്തിൽ മാത്രമാണെന്ന് ഓർക്കണം. ഓക്കെ, ബിക്കോസ് ആനിമൽ ബോഡി അത്രയും കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ടാണ്. പ്ലാന്റ്സിന് ഓർഗൻസ് ഉണ്ട്, പക്ഷെ വെൽ ഡെവലപ്ഡ് ഓർഗൻ സിസ്റ്റംസ് ഇല്ല എന്നതിന്റെ ഇൻഡിക്കേഷൻ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിലും തന്നിട്ടുണ്ട്. ഓക്കെ, ആനിമൽസിന് റെസ്പിറേഷനും ഉണ്ട്, വെൽ ഡെവലപ്ഡ് റെസ്പിറേറ്ററി സിസ്റ്റവും ഉണ്ട്. പ്ലാന്റ്സിന് റെസ്പിറേഷൻ ഉണ്ട്. ഡു പ്ലാന്റ്സ് ബ്രീത്ത്? യെസ്, എക്സാക്ട്ലി. either through the stomata or through the lenticels എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓരോ ലിവിംഗ് പ്ലാന്റ് സെല്ലും റെസ്പിയറിംഗ് ആണ്, പക്ഷെ പ്ലാന്റ്സിന് ഒരു വെൽ ഡെവലപ്ഡ് റെസ്പിറേറ്ററി സിസ്റ്റം ഇല്ല. 3 കാരണങ്ങൾ അവിടെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന് പറഞ്ഞ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് ചാപ്റ്ററിൽ. ഒന്നാമത്തെ കാരണം എന്താണ്? പ്ലാന്റ്സിന്റെ റെസ്പിറേഷൻ റേറ്റ് ആനിമൽസിനെ അപേക്ഷിച്ച് കമ്പയറബിളി കുറവാണ്. അതുകൊണ്ട് പ്ലാന്റ്സിന് ഒരു വെൽ ഡെവലപ്ഡ് റെസ്പിറേറ്ററി സിസ്റ്റമിന്റെ ആവശ്യമില്ല. പ്ലാന്റ്സിന് ഗ്രേറ്റ് ഡിമാൻഡ് ഫോർ ഓക്സിജൻ ഇല്ല. ഓക്കെ, മറ്റൊരു കാര്യം പറയുന്നുണ്ട്. എന്ത്? പ്ലാന്റിന്റെ ഈച്ച് ആൻഡ് എവരി പ്ലാന്റ് പാർട്ട് ഈസ് ഇൻഡിപെൻഡന്റ്ലി കേപ്പബിൾ ഓഫ് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച്. നമുക്ക് അങ്ങനെയല്ല. നമുക്ക് നമ്മുടെ ലങ്സ് തന്നെ ചെയ്തു തരണം ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് ഹോൾ ബോഡിക്ക് വേണ്ടി. പ്ലാന്റ്സിന് റൂട്ടിനും സ്റ്റെമ്മിനും ലീഫിനും ഇൻഡിപെൻഡന്റ് ആയി ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് പോസിബിൾ ആണ്. കൂടുതൽ ലീഫിലാണെന്നേ ഉള്ളൂ. 3 എന്താ? നമ്മുടെ ബോഡിയിൽ സർഫസ് മുതൽ ഇന്റേണൽ കോർ വരെയുമുള്ള സെൽസിനെല്ലാം റെസ്പിറേഷൻ ഡിമാൻഡ് ഉണ്ട്. പ്ലാന്റ്സിന് അങ്ങനെയല്ല. വുഡിയായ, തിക്കായ, ബൾക്കായ മരങ്ങളിൽ പോലും ഉള്ളിലെ മേജർ ഏരിയയിലും ഡെഡ് ആയ സെക്കൻഡറി സൈലമാണ് ഉണ്ടാവുക. ലിവിംഗ് സെൽസ് പെരിഫറിയിൽ മാത്രമാണ്. അത് ലൂസ്ലി പാക്ഡ് ആണ്. ഇന്റർസെല്ലുലാർ സ്പേസസ് ഉണ്ട്. ത്രൂ ദ ഇന്റർസെല്ലുലാർ സ്പേസസ് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് പോസിബിൾ ആണെന്നൊക്കെ പറയും. സോ പ്ലാന്റ്സിന് റെസ്പിറേഷൻ ഉൾപ്പെടെയുള്ള പ്രോസസ്സുകൾ ഉണ്ട്, പക്ഷെ വെൽ ഡെവലപ്ഡ് ഓർഗൻ സിസ്റ്റംസ് ഇല്ല. From you 17 of you are here with the right answer. The leaderboard is just displayed here and we are moving on to the next question as well. Question number 10. The physio-chemical approach to study and understand living organisms is called. എന്താണ് അതിന്റെ പേര്? Physio-chemical approach to study and understand living organism. Physio-chemical biology, reductionist biology, fundamental biology and biochemical biology. A general question, an open-ended question. Okay, physico-chemical approach to understand living things is called. Time is about to end and right answer is here, that is the reductionist biology.
Okay, that is said to be the reductionist biology. Biochemical biology means അതൊരു സെല്ലിന്റെ മാത്രം വേണമെങ്കിലും ആവാം, ഒരു സെൽ ഓർഗനലിന്റെ മാത്രം വേണമെങ്കിലും ആവാം. ഫണ്ടമെന്റൽ ബയോളജി സെല്ലുലാർ ആക്ടിവിറ്റീസിനെ പറ്റിയാണ് ഡീൽ ചെയ്യുക. Okay, physio-chemical biology, yeah, just the physical and chemical properties മാത്രമാണ് മനസ്സിലാക്കുക. അതിനോടുള്ള approach, okay, the physio-chemical approach to study and understand living organisms as a whole is said to be the reductionist biology. Okay, reductionist biology ആണ് right answer. 4 members right answer ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ, like Abir Sabi, Green Panther, Anandu PK and Vishnu, right? Yes. Moving on to the question number 11. നമ്മളുള്ള ഇൻഫർമേഷൻ പറഞ്ഞു നിർത്തുന്നതെന്നേ ഉള്ളൂ കേട്ടോ. നോട്ട് മെന്റ് ഫോർ അൺഎന്റർടൈൻമെന്റ്. Okay, yes. Moving on, in plasma membrane of human erythrocyte, which of the following is a ratio of proteins and lipids respectively? കൃത്യമായി NCERT സെൽ മെംബ്രെയിൻ്റെ അനാലിസിസിൽ പറഞ്ഞതാണ് പ്രോട്ടീൻ ആണോ ലിപ്പിഡ് ആണോ കൂടുതൽ എന്നൊക്കെ. ഓക്കെ, നമ്മുടെ കോമൺ സെൻസിന് എഗെയിൻസ്റ്റ് ആയിരുന്നു അത്. സോ 50 and 50, 60 and 40, 52 and 40, 40 and 52 എന്നാണ് ഇവിടെ ഉള്ളത്. ആദ്യം ആരെ പറയണം? പ്രോട്ടീനെ, പിന്നെ ലിപ്പിഡിനെ. പ്രോട്ടീൻ ആണോ ലിപ്പിഡ് ആണോ RBCയിൽ കൂടുതൽ എന്നന്ന് നമ്മൾ അനലൈസ് ചെയ്തതാണ്. പ്രോട്ടീൻ ആണ് കൂടുതൽ, 52%. 40% ലിപ്പിഡ് ഉള്ളൂ, ബാക്കി റിമൈനിങ് 8% അതിന്റെ കാർബോഹൈഡ്രേറ്റ്സും കൊളസ്ട്രോളും ഒക്കെ ഉൾക്കൊള്ളണം. റൈറ്റ്. സോ ഇൻ ഹ്യൂമൻ എറിത്രോസൈറ്റ് RBC അവർക്ക് അവരുടെ മെംബ്രെയിനില് ബൈകോൺകേവ് ഷേപ്പിൽ RBC മെംബ്രെയിനില് 52% പ്രോട്ടീൻ ആണ്, 40% ലിപ്പിഡ് ഉള്ളൂ, റിമൈനിങ് 8% ആണ് അതർ തിങ്സ്. ഓക്കെ, RBCനെ കേൾക്കുമ്പോൾ എനിക്ക് ഓഫ് കോഴ്സ് നിങ്ങളോട് CV ട്യൂബുകളെ കുറിച്ച് പറയാൻ തോന്നും. കാരണം അനിമൽ ബോഡിയിലെ RBCക്ക് ഈക്വലന്റ് ആയി പ്ലാന്റിൽ ആരെന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ CV ട്യൂബിനെ വേണം ചൂസ് ചെയ്യാൻ. ഫ്ലോയത്തിന്റെ കോമ്പണന്റ് ആയ CV ട്യൂബ് എലമെന്റുകളെ വേണം ചൂസ് ചെയ്യാൻ. എന്താണ് രണ്ടിനും സിമിലർ ആയിട്ടുള്ളത്? രണ്ടും മെച്യൂർ ആകുമ്പോൾ ഇന്യൂക്ലിയേറ്റഡ് ആണ്. മെച്യൂർ ആയ RBCക്കും ന്യൂക്ലിയസ് ഇല്ല, മെച്യൂർ ആയ CV ട്യൂബ് എലമെന്റുകൾക്കും ന്യൂക്ലിയസ് ഇല്ല. ഇന്യൂക്ലിയേറ്റഡ് എന്നോ എന്യൂക്ലിയേറ്റഡ് എന്നോ പറയാം. രണ്ടും വിതൗട്ട് ന്യൂക്ലിയസ് എന്ന മീനിങ് ആണ്. So it was a straight question from NCERT statement. Okay, yeah, members with the right answer are here. Moving on to the next question, question number 12. Listen to the question carefully and analyze it well to get the right answer. Which of the following component is not a constituent of algal cell wall? Alga. Okay, cellulose, galactans, mannans and hemicellulose. ഇതിലൊന്ന് മാത്രം ആൽഗകളിൽ കാണാറില്ല, ബാക്കി മൂന്നും ആൽഗകളിൽ കോമൺ ആണ്. പല ഫോമുകളിലൊക്കെ ആണെന്ന് മാത്രം. സെല്ലുലോസ് ഓൺ ഇന്നർ സൈഡ് ആൻഡ് പെക്ടോസ് ഓൺ ഔട്ടർ സൈഡ്, cellulose on inner side and algin on outer side, cellulose, pectin and polysulfate esters എന്നൊക്കെയാണ് നമ്മൾ കേട്ടത്. അതിനെ ജനറൽ ആയി വിളിക്കുന്ന ചില ടേംസ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. The right answer is hemicellulose. ഹെമിസെല്ലുലോസ് കാണപ്പെടുന്നത് ഹയർ പ്ലാന്റ്സിന്റെ കോളൻ കൈമകളിലാണ്. കോളൻ കൈമ, the living mechanical tissues present along the hypodermis of young dicot stem and leaf petioles to give mechanical strength to the growing plant parts in dicots. വേറൊരു കാര്യം അറിയാലോ, മോണോകോട്ടിന്റെ ബോഡിയിൽ എവിടെയും കാണാത്ത ടിഷ്യൂ കൂടിയാണ് കോളൻ കൈമ. മോണോകോട്ടിൽ പാരൻ കൈമയുണ്ട്, മോണോകോട്ടിൽ സ്ക്ലീറൻ കൈമയുണ്ട്, മോണോകോട്ടിൽ സൈലവും ഫ്ലോയവും ഉണ്ട്. പക്ഷെ മോണോകോട്ട് ബോഡിയിൽ എവിടെയും കോളൻ കൈമകളെ കാണാറില്ല. കോളൻ കൈമകളെ കാണുന്നത് ഡൈക്കോട്ട് പ്ലാന്റ്സിന്റെ സ്റ്റെമ്മിന്റെയും ഇലകളുടെ തണ്ടായ പീറ്റിയോളിന്റെയും എപ്പിഡെർമിസിന്റെ തൊട്ട് താഴത്തെ ലെയറായ ഔട്ടർ കോർട്ടെക്സ് എന്ന ഹൈപ്പോഡെർമൽ റീജിയനിലാണ്. അത് ലിവിംഗ് മെക്കാനിക്കൽ ടിഷ്യൂ ആണ്, ഗിവിംഗ് മെക്കാനിക്കൽ സ്ട്രെങ്ത് ടു ദ ഗ്രോയിങ് പ്ലാന്റ് പാർട്സ് ഇൻ ഡൈക്കോട്സ് ലൈക്ക് യങ് ഡൈക്കോട്ട് സ്റ്റെംസ് ആൻഡ് ലീഫ് പീറ്റിയോൾസ്. ഓക്കെ, അവിടെയാണ് the cells are compactly packed as the cell wall corners are unevenly thickened with the deposition of cellulose, hemicellulose and pectin എന്ന് കേട്ടിട്ടുണ്ടാവുക. ഓക്കെ, ആൽഗകളില് നമ്മൾ കേട്ട പെക്ടോസ്, ആൽജിൻ,
എന്നതിനെയൊക്കെയാണ് നമ്മൾ കോമൺ ആയി ഗാലക്റ്റൻസ് ആൻഡ് മെനൻസ് എന്നൊക്കെ പറയാറ്. സോ ആൽഗകളിൽ സെല്ലുലോസ് ആൽഗെ എന്നല്ല, എല്ലാ പ്ലാന്റ്സിനും ആൽഗെ, ബ്രയോ, ടെറിഡോ, ജിംനോ, ആൻജിയോ എല്ലാ പ്ലാന്റ്സിനും കോമൺ ആയ സെൽ വാൾ മെറ്റീരിയൽ ആണ് ആര്? സെല്ലുലോസ്. എല്ലാ പ്ലാന്റ്സിനും കോമൺ ആയ പിഗ്മെന്റ് ആണ് ആര്? ക്ലോറോഫിൽ എ ആസ് എ റിയാക്ഷൻ സെന്റർ എന്ന് പറയുന്നത് പോലെ. ഓക്കെ, സെല്ലുലോസ് കൂടാതെയുള്ള കോമ്പണന്റ്സിലാണ് മാറ്റം ഉണ്ടാവാറ്. സോ ഹെമി സെല്ലുലോസ് അത് കോളൻ കൈമകളിലേക്കാണോ ഹയർ പ്ലാന്റ്സിലേക്കാണോ? ആൽഗകൾക്കില്ല. ഓക്കെ, the leader body is here. Yes, and Anantu, green panther, Abir Sabi, Anamika, all are here. Okay, moving on to the question number 13 out of 40. Listen to the question. Right answer choose ചെയ്യണം. നിങ്ങൾക്ക് ഒരു ഡിഡക്റ്റീവ് തോട്ട് പോരാ, കുറച്ച് ഇൻഡക്റ്റീവ് തോട്ട് വേണം പല ചാപ്റ്റേഴ്സിലെ കോൺസെപ്റ്റിലേക്കും. In plant cells, how much volume of cell can be occupied by vacuole? ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു അല്ലേ? 10%, 50%, 90%, 80%. വാക്യൂളിന് സ്റ്റോറേജ് ആണ്. പ്ലാന്റ് സെല്ലിൽ കാണുന്ന സാപ്പ് വാക്യൂൾ ഒരു സ്റ്റോറേജ് സ്പേസ് ആണ്, പ്രത്യേകിച്ച് അൺവാണ്ടഡ് സബ്സ്റ്റൻസിന്റെ സ്റ്റോറേജ് ആണ്. അപ്പോ പ്ലാന്റ്സ് നമ്മുടെ വീട്ടമ്മമാരെ പോലെ എത്രയൊക്കെ സ്റ്റോറിംഗ് സ്പേസ് കിട്ടിയാലും തികയാത്തവരാണ്. Right? The right answer is 90%. ഒരു മെച്യൂർ ആയ ലിവിംഗ് ആയ പ്ലാന്റ് സെല്ലിന്റെ 90 or more than 90% വോളിയവും വാക്യൂൾ ആണ് ഉണ്ടാവുക. അത് ഗ്യാസ് വാക്യൂൾ അല്ല, contractile vacuole അല്ല, ഫുഡ് വാക്യൂളും അല്ല, പിന്നെയോ സാപ്പ് വാക്യൂൾ ആണ്. filled with the sap is a solution, right? Where water is there and the excretory products, unwanted compounds all are there. അതുകൊണ്ട് ഒരു മെച്യൂർ ആയ ലിവിംഗ് ആയ പ്ലാന്റ് സെല്ലിന്റെ ഓസ്മോട്ടിക് പൊട്ടൻഷ്യലിനെ, ഓസ്മോട്ടിക് പ്രഷറിനെ എല്ലാം ഡിറ്റർമിൻ ചെയ്യുന്നത് മെയിൻ ആയും സൈറ്റോപ്ലാസം അല്ല. കാരണം സൈറ്റോപ്ലാസം ലെസ് ദാൻ 10% വോളിയമേ ഉള്ളൂ. ഓസ്മോട്ടിക് പൊട്ടൻഷ്യലും സെൽ സൈറ്റോപ്ലാസത്തിന്റെ ഓസ്മോട്ടിക് പ്രഷറും എല്ലാം ഡിറ്റർമിൻ ചെയ്യുന്നത് വാക്യൂളിലെ സാപ്പാണ്, സാപ്പ് വാക്യൂൾ ആണ്. മാത്രമല്ല ഒരു സെല്ല് അത് എക്സോസ്മോസിസ് നടന്ന് വാട്ടർ ലോസ് ചെയ്യുമ്പോൾ ആദ്യം വാട്ടർ മൂവ് ചെയ്യുന്നത് സൈറ്റോപ്ലാസത്തിൽ നിന്നാണെങ്കിലും ബൾക്കായി വാട്ടർ മൂവ് ചെയ്യുന്നത് വാക്യൂളിൽ നിന്നാണ്. അപ്പൊ പ്ലാന്റ് സെല്ലിന്റെ വാക്യൂള് അത് വളരെ ചുരുങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ഷ്രിങ്കണാണെന്നുണ്ടെങ്കിൽ ആ സെല്ല് വാട്ടർ സ്ട്രെസ്സിലാണെന്നതാണ് അർത്ഥം. ഓക്കെ, സോ വാക്യൂൾ ആണ് അതിനൊക്കെ തീരുമാനിക്കുക. ഈവൻ ഒരു ടേർജ്ഡ് സെല്ലില്, അനന്തു, ഒരു ടേർജ്ഡ് സെല്ലില് ടർഗർ പ്രഷർ, ദ പ്രഷർ എക്സർട്ടഡ് ടുവാർഡ്സ് ദ സെൽ വാൾ, സെൽ വാളിനോട് വലുതാവ് എന്ന് പറയുന്ന പ്രഷർ അതും മേജറായി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സാപ്പ് വാക്യൂൾ ആണ്. ഓക്കെ, അപ്പൊ വാക്യൂളിന്റെ കഥ അങ്ങനെയാണ്. Fine. Moving on after the leaderboard. We are moving on to the next question. That is question number 14 out of 40. The question is here. Radial spokes of flagella helps in connection between. Right. ഫ്ലജല്ലകളുടെ കാര്യം നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? ഡീറ്റെയിൽസ് കുറച്ച് എനിക്ക് പറയാനുണ്ട്. പെരിഫറൽ ഡബ്ലെറ്റ്സിനെ തമ്മിലാണോ, സെൻട്രൽ സിംഗ്ലേറ്റ് മൈക്രോട്യൂബ്യൂൾസ് ആണോ, വൺ ഓഫ് ദ പെരിഫറൽ ഡബ്ലെറ്റ് ആൻഡ് സെൻട്രൽ ഷീത്ത് ആണോ, ടു സക്സസീവ് പെരിഫറൽ ഡബ്ലെറ്റ്സിനെ തമ്മിലാണോ റേഡിയൽ സ്പോക്സ് കണക്ട് ചെയ്യാം? ഇപ്പൊ ലിങ്കേഴ്സിനെ ഓർമ്മ വേണം, ബ്രിഡ്ജിനെ ഓർമ്മ വേണം. റൈറ്റ്, ഇതൊക്കെ ഫ്ലജല്ലിന്റെ ക്രോസ് സെക്ഷനിലുള്ളതാണെന്ന് റിയലൈസ് ചെയ്യണം. The radial spokes are connecting one of the peripheral doublets and the central sheath. മക്കളെ, ഫ്ലജല്ലകളുടെ കാര്യം പറയുമ്പോൾ ആനിമൽസിനെ പോലത്തെ യൂക്യാരിയോട്ടുകൾക്ക് ഫ്ലജല്ലകൾ ഒറിജിനേറ്റ് ചെയ്യുന്നത് സെല്ലിനകത്ത് നിന്നാണ്, ഒരു ബേസൽ ബോഡിയിൽ നിന്നാണ്. പക്ഷേ ബാക്ടീരിയകളുടെ ഫ്ലജല്ല, പ്രോക്യാരിയോട്ടിക് ആയ ബാക്ടീരിയകളുടെ ഫ്ലജല്ല ഒറിജിനേറ്റ് ചെയ്യുന്നത് സെൽ വാളിൽ നിന്നാണ്. അതുകൊണ്ട് അതിനെ വാൾ എക്സ്റ്റൻഷൻ ആയിട്ടാണ് ബാക്ടീരിയകളിൽ കണക്കാക്കാറ്. ഓക്കെ, യൂക്യാരിയോട്ടുകളുടെ ഫ്ലജല്ല സെൽ എക്സ്റ്റൻഷൻ ആണ്, പക്ഷെ പ്രോക്യാരിയോട്ടിക് ബാക്ടീരിയകളുടെ ഫ്ലജല്ല സെൽ വാൾ എക്സ്റ്റൻഷൻ ആണ് എന്ന് മറക്കരുത്. ഓക്കെ, 3 പാർട്സ് ആണ് ഫ്ലജല്ലകൾക്കുള്ളത്: ബേസൽ ബോഡി, ഹുക്ക് ആൻഡ് ഫിലമെന്റ് ഓർ ഷാഫ്റ്റ് എന്നാണ് യൂക്യാരിയോട്ടിക് ഫ്ലജല്ലകളെ ഡിസ്ക്രൈബ് ചെയ്യാറ്. ഫ്ലജല്ലകളെ ക്രോസ് സെക്ഷൻ ചെയ്ത് നോക്കിയാൽ ഒരു പ്ലാസ്മ മെംബ്രെയിൻ കവറിംഗ് ഉണ്ട്. ഉൾഭാഗം എങ്ങനെയാണ്? അത് വിളിക്കുന്ന പേര് ആക്സോനീം എന്നാണ്.
യൂക്യാരിയോട്ടുകളിലും പ്രോക്യാരിയോട്ടുകളിലും ആക്സോനിയമിലെ റേഡിയലി അറേഞ്ച് ചെയ്ത മൈക്രോട്യൂബ്യൂൾസിൽ മാറ്റമുണ്ടല്ലേ? യൂക്യാരിയോട്ടുകളാണെങ്കിൽ a total of 11 microtubules are running parallel to each other, arranged as 9 plus 2 singlets at the center and the 9 doublets at the periphery. 2 singlets at the center are connected by a bridge partially covered by a central sheath. Peripheral doublets are connected together using linkers, and one of the doublets are connected to the central sheath by radial spokes എന്നതാണ്. പക്ഷേ ബാക്ടീരിയകളുടെ ഫ്ലജല്ലകളാണെങ്കിൽ ആക്സോനിയമിൽ മൈക്രോട്യൂബ്യൂളുകളുടെ അറേഞ്ച്മെന്റ് 9+0 ആണ്. 9 doublets at periphery, no one at center എന്നതാണ്. Okay, where we can see the linkers at the periphery. കൂടാതെ സെൻട്രോസോമിന്റെ കോമ്പണന്റ് ആയ സെൻട്രിയോളിനെ ക്രോസ് സെക്ഷൻ ചെയ്താലും 9+0 അറേഞ്ച്മെന്റ് ആണ്. പക്ഷെ അവിടുത്തെ 9 പെരിഫറൽ ട്രിപ്ലെറ്റ്സ് ആണെന്നതാണ് മാറ്റം. ഓക്കെ, സെൻട്രിയോളിൽ 9 ട്രിപ്ലെറ്റ് പെരിഫറൽ പാർട്സ് ആണുള്ളത്. ബാക്ടീരിയകളുടെ ഫ്ലജല്ലകളിൽ 9+0 9 ഡബ്ലെറ്റ്സ് അറ്റ് പെരിഫറി ആണ്. യൂക്യാരിയോട്ടിക് ഫ്ലജല്ലകൾ 9+2 സിംഗ്ലെറ്റ്സ് അറ്റ് സെൻസർ ആൻഡ് 9 ഡബ്ലെറ്റ്സ് അറ്റ് പെരിഫറി ആണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. റൈറ്റ് ആൻസറുമായി ഹുസൈൻ എന്നെ ഒരുപാട് തവണ റിമൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ്, ഹുസൈഫ, യാ യു ആർ റൈറ്റ്. റൈറ്റ് ആൻസറുമായി 7 മെമ്പേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട്. ലൈക്ക് അനന്തു, ഗ്രീൻ പാന്തർ, ആബിർ സബി, അനാമിക MT, നോഹ്, അബു ലൈത്ത്, യാ, all are here with the right answer. Vishnu KV, okay, and Dr. Dhoom and all. Fine. Moving on to the 15th question. Listen to the question carefully. Find out the incorrect statement about a secondary constriction. ക്രോമസോമുമായി അസോസിയേറ്റഡ് ആണല്ലേ. നോൺ സ്റ്റെയിനിങ്, കോൺസ്റ്റന്റ് പൊസിഷൻ, നോൺ ആസ് എ സാറ്റലൈറ്റ്, പ്രസന്റ് ഇൻ സം chromosomes. Choose the right one. Yeah, Nazar, regarding what package you are asking for? Anamika, net പോയിട്ട് വന്നോ? Yes, the time is about to end, and the right answer here about the secondary constriction is known as a satellite. ക്രോമസോമുകൾക്കൊക്കെ പ്രൈമറി കൺസ്ട്രക്ഷൻ കാണാറുണ്ട്, ദ സോ കോൾഡ് ദ സെൻട്രോമിയർ. അതിന്റെ പൊസിഷൻ അനുസരിച്ചാണല്ലോ ക്രോമസോമുകൾ മെറ്റാസെൻട്രിക്, സബ് മെറ്റാസെൻട്രിക്, ആക്രോസെൻട്രിക്, ആന്റിലോസെൻട്രിക് എന്നായത്. യാ, സെക്കൻഡറി കൺസ്ട്രക്ഷൻ അത് കോമൺ ഒന്നുമല്ല, അത് റെയർ ആണല്ലേ. ആ സെക്കൻഡറി കൺസ്ട്രക്ഷൻ ഉള്ള ക്രോമസോമുകളെ വിളിക്കുന്ന പേരാണെന്ത്? സാറ്റലൈറ്റ് ക്രോമസോംസ്. റൈറ്റ്, ദ ഏരിയ ഓഫ് ദ ക്രോമസോം ബിയോണ്ട് ദ സെക്കൻഡറി കൺസ്ട്രക്ഷൻ ഈസ് സെഡ് ടു ബി ദ സാറ്റലൈറ്റ്. So the incorrect statement about secondary constriction എന്നതിൽ non-staining property correct ആണ്, constant position in a particular species correct ആണ്, present in some chromosomes only എന്നതും correct ആണ്. The wrong one, the incorrect one, known as a satellite എന്നതാണ്. സെക്കൻഡറി കൺസ്ട്രക്ഷന്റെ പേരല്ല സാറ്റലൈറ്റ്, ഏറിയ ബിയോണ്ട് സെക്കൻഡറി കൺസ്ട്രക്ഷൻ. സെക്കൻഡറി കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ട് കാണുന്ന ക്രോമസോമിന്റെ പോർഷൻ ആണ് എന്ത്? സാറ്റലൈറ്റ്. അല്ലാതെ സെക്കൻഡറി കൺസ്ട്രക്ഷന്റെ പേരല്ല സാറ്റലൈറ്റ്. സെക്കൻഡറി കൺസ്ട്രക്ഷൻ അങ്ങനെ ഒരു പേര് മാത്രമേ ഉള്ളൂ, സെക്കൻഡറി കൺസ്ട്രക്ഷൻ എന്ന് മാത്രം. Okay, the non-staining property, constant position in a particular species and present in some chromosomes alone, അതൊക്കെ സാറ്റലൈറ്റിനെ കുറിച്ചും സാറ്റലൈറ്റ് ക്രോമസോമിനെ കുറിച്ചും സെക്കൻഡറി കൺസ്ട്രക്ഷനെ കുറിച്ചും കറക്റ്റ് ആണ്. പക്ഷേ the incorrect statement, the wrong one, is known as satellite എന്നതാണ്. ബിക്കോസ് സെക്കൻഡറി കൺസ്ട്രക്ഷൻ അല്ല സാറ്റലൈറ്റ്, മറിച്ച് സെക്കൻഡറി കൺസ്ട്രക്ഷൻ കഴിഞ്ഞുള്ള പാർട്ടാണ് എന്ത്? സാറ്റലൈറ്റ്. 7 of you are here with the right answer. Okay, and moving on to the 16th question. Listen to the question. Yeah, okay, Anamika. Prophase 1 cell cycle illeti. Prophase 1 of meiotic division is typically longer and more complex. It is subdivided into 5 phases on the basis of എന്തിന്റെ ബേസിസിലാണ്? അതിനെ ലെപ്റ്റോട്ടിൻ, സൈഗോട്ടിൻ, പാക്കിറ്റിൻ, ഡിപ്ലോട്ടിൻ ആൻഡ് ഡയാകൈനസിസ് എന്ന് പ്രൊഫേസ് 1 ഓഫ് meiosis 1 define ചെയ്തത്. Staining, behavior of the chromosome, duration, number of chromosome. An easy question.
Analyze well and get the right answer. It's just based on the behavior of chromosomes. Chromosomes gradually visible under microscope ആണോ അതോ ഹോമോലോഗസ് ക്രോമസോംസിന് പെയറിംഗ് നടന്നതുകൊണ്ടാണോ അതോ ക്രോസിംഗ് ഓവർ എന്ന റീകോമ്പിനേഷൻ നടന്നു കണ്ടതുകൊണ്ടാണോ അതോ കയാസ്മേറ്റ കാണുന്നത് കൊണ്ടാണോ dissolution of chiasmata together with the winding properties of prophase like degeneration of nuclear membrane, nucleolus, endoplasmic reticulum, Golgi body, etc. എന്നതൊക്കെയാണോ എന്നതാണ് reason. So based on the behavior of chromosomes played, the prophase 1 of meiosis 1 is subdivided into 5 subphases like leptotin, zygodine, pachytene, diplotin and diakinesis. Okay, yes. Nazar, what kind of package you are asking for? Please explain it. Okay. Yeah, 10 of you are here with the right answer. The leaderboard is displayed here. No matter, we are moving on to the next question. Question number 17. Yes, get ready to get the question. Interkinesis is stage between interphase ara, interkinesis ara എന്നറിയണം അല്ലേ? 2 mitotic divisions, 2 phases of meiotic divisions, anaphase and telophase, leptotin and zygodine. ഇതിൽ ഏത് രണ്ടെണ്ണത്തിന് ഇടയിലാണ് interkinesis എന്ന പേരുള്ളത്? Yes, interkinesis, not interphase. Here it is interkinesis. Okay, interkinesis is the phase in between ആരൊക്കെയാണ്? It's the phase in between the meiosis 1 and the meiosis 2. അല്ലേ? meiosis 1 നടന്നുണ്ടായ രണ്ട് ഡോട്ടർ സെല്ലുകൾ meiosis 2 കടക്കുന്നതിനിടയിലുള്ള റെസ്റ്റിംഗ് ഫേസിന്റെ പേരാണ് എന്ത്? interkinesis. From these options, the right answer is 2 phases of meiotic divisions. Meiosisile രണ്ട് ഫേസുകൾ ആരൊക്കെയാ? meiosis 1 and meiosis 2. They are separated by interkinesis. ഇന്റർഫേസ് എന്നായിരുന്നെങ്കിലോ അത് G1 ഫേസും S ഫേസും G2 ഫേസും ചേർന്ന രണ്ട് സക്സസീവ് M ഫേസുകൾക്കിടയിലുള്ളതാകുമായിരുന്നു. ഓക്കെ, ഒരു മൈറ്റോസിസ് കഴിഞ്ഞ് അടുത്ത മൈറ്റോസിസിനിടയിൽ അല്ലെങ്കിൽ ഒരു തവണ മെയോസിസ് കഴിഞ്ഞ് അടുത്ത തവണ മെയോസിസ് നടക്കുന്നതിനിടയിലാണ് ഇന്റർഫേസ് consisting of G1, S and G2 phases. For here it is interkinesis and thus it is in between the meiosis 1 and meiosis 2 of meiosis within the M phase. Okay, that is the right answer. 2 mitotic divisions in the ഇടയിൽ അപ്പോൾ ആരാ? interphase ആണ്. meiosis 1 and meiosis 2 ന്റെ ഇടയിലാണ് ആര്? interkinesis. Okay, the leaderboard is here. And moving to the next question, question number 18. Which is your accent എന്ന് ചോദിക്കുന്നുണ്ട് ഹുസൈൻ. I don't know which is my accent. I think it's a hybrid accent. It is significant to note that in the 24-hour average duration of cell cycle of a human cell, cell division proper lasts only about NCERT mention ചെയ്ത കാര്യമാണ്. ആകെ ഒരു സെൽ സൈക്കിളിന്റെ റിക്വയർഡ് ആകുന്ന ടൈമിന്റെ more than 95% ടൈമും ഇന്റർഫേസിലായിരിക്കുമെന്നും ലെസ് ദാൻ 5% ടൈമേ എം ഫേസ് എന്ന ഡിവിഷൻ ഫേസിനും വേണ്ടി വരുമെന്നും. For hour 90 minutes, an hour 10 hours. The right answer is here an hour. Out of the 24 hours, 23 hours are meant for the interphase and just 1 hour, 60 minutes alone is meant for its cell division proper. That means the M phase. Okay, of the total cell cycle duration, more than 95% of the time is meant for interphase and the less than 5% time alone is meant for M phase. For example, the total cell cycle requires about 24 hours in a human cell. In a typical mammalian cell of the 24 hours, 23 hours are meant for interphase, just an hour. Just 60 minutes alone for the cell cycle proper. Cell cycle proper means the M phase. Okay, all right. Moving on, after watching the leaderboard, we will be moving on to the next question. That is the question number 19. Yes. സാറിൻ്റെ നെയിം എന്താണെന്ന് അമിക ചോദിക്കുന്നുണ്ട്. ഞാൻ ഷബീർ ഖാൻ, ഷോർട്ടായിട്ട് SK എന്നാണ് പറയാറ്. ഓക്കെ, ദാറ്റ് മച്ച്.
Karyotype of chromosomes is prepared at. Karyotype അറിയുന്നുണ്ടാവും അല്ലേ? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. പ്രൊഫേസ്, ഇന്റർഫേസ്, മെറ്റാഫേസ്, അനാഫേസ്. ക്രോമസോമുകൾ നല്ല പക്കയായി കാണാൻ പറ്റുന്ന, ക്രോമസോംസിന്റെ റിയൽ സൈസും ഷേപ്പും നമ്പറും കൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഫേസിലാണ് കാരിയോടൈപ്പിങ്ങും ഇഡിയോഗ്രാമും ഒക്കെ ചെയ്യാൻ പറ്റുക. ഓക്കെ, യെസ്, the right answer is here, that is the metaphase. സെല്ലിന്റെ ക്രോമസോംസ് അതിന്റെ കണ്ടൻസേഷൻ കംപ്ലീറ്റ് ആക്കുന്ന ഫേസ് ആണ് മെറ്റാഫേസ്. പ്രൊഫേസിലാണ് കണ്ടൻസേഷൻ തുടങ്ങി ക്രോമസോംസ് ആവുക. DNA കണ്ടൻസ് ചെയ്ത് ചുരുങ്ങിയാണ് എന്താവുക? ക്രോമസോംസ് ആവുക. ക്രോമസോം കണ്ടൻസേഷൻ കംപ്ലീറ്റ് ആകുന്നത് മെറ്റാഫേസിലാണ്. അതുകൊണ്ട് ക്രോമസോം അതിന്റെ റിയൽ സൈസിലും ഷേപ്പിലും കാണുന്നത് അതിന്റെ മെറ്റാഫേസിലാണ്. അതുകൊണ്ട് ക്രോമസോം അനാലിസിസിന്, ക്രോമസോം സ്റ്റഡിക്ക് ബെസ്റ്റ് ആയ ഫേസ് അത് മെറ്റാഫേസ് ആണ്. അങ്ങനെ പഠിച്ചിട്ട് ഒരു ജീവിത സെല്ലിലുള്ള ക്രോമസോമുകളെ ലാർജസ്റ്റ് പെയറിൽ നിന്ന് സ്മോളസ്റ്റ് പെയറിലേക്ക് അറേഞ്ച് ചെയ്ത് നിർത്തുന്നതിന്റെ പേരാണ് കാരിയോടൈപ്പിംഗ്. ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ഒക്കെ കണ്ടുപിടിക്കാൻ അത് സഹായിക്കും. ലൈക്ക് ട്രൈസോമി, മോണോസോമി, നള്ളിസോമി ഒക്കെ കണ്ടുപിടിക്കാൻ കാരിയോടൈപ്പിംഗ് സഹായിക്കും. സുവോളജി ചാപ്റ്ററുമായി അസോസിയേറ്റ് ചെയ്ത് ഡൗൺ സിൻഡ്രോം ഒക്കെ പറയുന്ന ഭാഗത്ത് ഒരു ബേബി കിടക്കുന്ന പിക്ചറിന്റെ സൈഡിൽ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ക്രോമസോമുകളെ ലാർജസ്റ്റിൽ നിന്ന് സിംപ്ലസ്റ്റിലേക്ക് ഓർഗനൈസ് ചെയ്തതിന്റെ ഒരു ഫോട്ടോഗ്രാഫും കണ്ടിരുന്ന് അതിന്റെ പേര് ഇഡിയോഗ്രാം എന്നാണ്. ക്രോമസോംസിനെ ലാർജസ്റ്റിൽ നിന്ന് സ്മോളസ്റ്റിലേക്ക് ഓർഗനൈസ് ചെയ്തതിന്റെ പിക്ടോറിയൽ റെപ്രസെന്റേഷനെ നമ്മൾ ഇഡിയോഗ്രാം എന്നാണ് പറയാറ്. ഇഡിയോഗ്രാം. ഓക്കെ, അപ്പൊ കാരിയോടൈപ്പിംഗ് എന്ന വാക്കും ഇഡിയോഗ്രാം എന്ന വാക്കും മറക്കരുത്. അതൊക്കെ ചെയ്യാൻ പറ്റുന്നത് മെറ്റാഫേസിലാണ്. കാരണം ക്രോമസോമിന്റെ കണ്ടൻസേഷൻ കംപ്ലീറ്റ് ആയി ക്രോമസോം റിയൽ സൈസ് ആൻഡ് ഷേപ്പ് എത്തുന്ന ഫേസ് ആണ് ആര്? മെറ്റാഫേസ്. ഓക്കെ, യെസ്, ദ ലീഡർ ബോഡി ഈസ് ഹിയർ. നമ്മൾ അതിൽ സ്റ്റിക്ഡ് ആവാതെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വി ആർ ഹാഫ് ദ വേ. ക്വസ്റ്റ്യൻ നമ്പർ 20 out of 40. In which phase of mitosis cell does not have nucleolus? ന്യൂക്ലിയസിനകത്ത് കാണുന്ന ഡിസ്കോയിഡ് സ്ട്രക്ചേഴ്സ് meant for the rRNA synthesis അല്ലേ? റൈബോസോമൽ RNA synthesis. അത് കാണാത്തത് എപ്പോഴാണ്? ഇന്റർഫേസ്, ടെലോഫേസ്, ലേറ്റ് പ്രൊഫേസ്, all of these. Yeah, പലർക്കും ഓൾ ഓഫ് ദീസോ നൺ ഓഫ് ദീസോ വരുമ്പോൾ അതിലേക്കൊരു മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ കാണാറുണ്ട്. ഓക്കെ, അത് എപ്പോഴും വർക്കൗട്ട് ആവുമെന്നൊന്നും അറിയില്ല. എനിവേ, ന്യൂക്ലിയോലെസ് കാണാത്തത് ലേറ്റ് പ്രൊഫേസിലാണ്. ടെലോഫേസ് ഇസ് ദ ആന്റി പ്രൊഫേസ്. പ്രൊഫേസിന്റെ ഓപ്പോസിറ്റ് ആണ് ടെലോഫേസിൽ നടക്കുക. പ്രൊഫേസിൽ ന്യൂക്ലിയർ മെംബ്രെയിനും ന്യൂക്ലിയോലെസും ഒക്കെ ഡിസപ്പിയർ ചെയ്യും. ടെലോഫേസിൽ അതൊക്കെ റീഅപ്പിയർ ചെയ്യും. അതുകൊണ്ട് ടെലോഫേസിൽ എന്തുണ്ട്? ന്യൂക്ലിയോലെസ് ഉണ്ട്. ഇന്റർഫേസ് ഇസ് എ നോൺ ഡിവൈഡിങ് ഫേസ്. അവിടെ എന്തായാലും സെല്ലിന്റെ ഓർഗനൽസ് എല്ലാം സ്പെസിഫിക് ആയിട്ടും കാണാൻ പറ്റും. പ്രൊഫേസിന്റെ അവസാനമാകുമ്പോഴാണ് ന്യൂക്ലിയർ മെംബ്രെയിനും ന്യൂക്ലിയോലെസും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും ഗോൾജി ബോഡിയും ഒക്കെ ഡിസപ്പിയർ ചെയ്യുക, അതിനെ കാണാൻ പറ്റാണ്ടാവുക. സോ റൈറ്റ് ആൻസർ ഈസ് ലേറ്റ് പ്രൊഫേസ്. പ്രൊഫേസിന്റെ മൂർധന്യാവസ്ഥയിൽ. Okay, 8 of you were here with the right answer, and we are moving on to the question number 21. Okay, myself, I know I am not an entertainer. I am simply a teacher, so I can speak I can deliver the subject alone. So sorry. Okay, all of you. Question: quiescent stage. Quiescent is quite inactive. ജീവനൊക്കെ ഉണ്ട്. മെറ്റബോളിസം ക്വിസന്റ് ആക്കി നിർത്തുന്ന ഫേസ്. A, B, D, E എന്നൊക്കെയാണ് ഇവിടെ തന്നത് ക്വിസന്റ് സ്റ്റേജസ് എന്ന്. ആക്ച്വലി ഇവിടെ ഒരു പിക്ചറും കൂടി തരേണ്ടതാണ് സെൽ സൈക്കിളിന്റെ. ഞാൻ അതിന്റെ എക്സ്പ്ലനേഷൻ മാത്രമേ അതുകൊണ്ട് പറയുന്നുള്ളൂ. ഇതിന്റെ റൈറ്റ് ഓർ റോങ് ആൻസർ ദാറ്റ് ഡസന്റ് മാറ്റർ ടു യു. ക്വിസന്റ് സ്റ്റേജ് ഈസ് ദ G0 ഫേസ് ആണ് മക്കളെ. G0 ഫേസിനെയാണ് ക്വിസന്റ് സ്റ്റേജ് എന്ന് പറയാം. എൻ്റെ ഒരു പിക്ചറിന്റെ കുറവുണ്ടായിരുന്നു ഇവിടെ. ഓക്കെ, G0 ഫേസ് ആണ് ക്വിസന്റ് സ്റ്റേജ്. അവിടെ സെൽസ് ലിവിങ് ആണ്, സെൽസിന് ഫംഗ്ഷനും ഉണ്ട്. ബട്ട് ഡു നോട്ട് പ്രൊലിഫറേറ്റ്. ഫർദർ മോർ പ്രൊലിഫറേഷൻ ആണ് ഇല്ലാത്തത്. നമുക്കറിയാലോ, നമ്മുടെ ബോഡിയിൽ നമ്മൾ നമ്മുടെ മദറിന്റെ വോംബില് ഫോം ചെയ്തപ്പോൾ നമ്മുടെ ബോഡിയിൽ ആദ്യമായി ഒറിജിനേറ്റ് ചെയ്ത നമ്മുടെ ഓർഗനാണ് ഹാർട്ട്. ആ ഹാർട്ട് നമ്മൾ വളരുന്നതനുസരിച്ച് വളർന്നുകൊണ്ടിരുന്നു അപ് ടു ദ മെച്യൂരിറ്റി ഏജ്.
മെച്യൂരിറ്റി ഏജോളം നമ്മുടെ ഒരു കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചാൽ എത്തുന്ന വലിപ്പത്തോളം നമ്മുടെ ഹാർട്ട് വളർന്നുകൊണ്ടിരുന്നു. എന്ന് കരുതിയിട്ട് ഒരു 10, 18, 20 വയസ്സിന് ശേഷം പിന്നെ ഹാർട്ട് വലുതാവണില്ല. വയസ്സ് കൂടുന്തോറും വിശാലമായ ഹൃദയമാകുന്നില്ല. ബിക്കോസ് മെച്യൂരിറ്റി എത്തിക്കഴിഞ്ഞാൽ ഹാർട്ട് അതിൻ്റെ ഒരു കോൺസ്റ്റന്റ് ആയ സൈസും ഷേപ്പും എത്തിക്കഴിഞ്ഞാൽ അതിലെ സെല്ലുകളെല്ലാം പിന്നെ G0 ഫേസിലാണ്. അവർ ലിവിങ് ആണ്, അവർക്ക് ഫങ്ഷൻ ഉണ്ട്, ബട്ട് ദേ ഡു നോട്ട് പ്രൊലിഫറേറ്റ്. ഓക്കെ, കണ്ണിന്റെ സെല്ലുകളും അങ്ങനെയാണ്. നമ്മുടെ കണ്ണിന്റെ സൈസ്, നമ്മുടെ കണ്ണിന്റെ ഐബോളിന്റെ സൈസ് നമ്മുടെ മദറിന്റെ വോംബിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത അതേ വലുപ്പമേ ഉള്ളൂ. നമ്മൾ ജനിച്ചതിന് ശേഷമോ നമ്മൾ വളരുന്നതോടൊപ്പമോ ഐബോൾ അത് വലുതായിട്ടില്ല. കണ്ണിന്റെ ഓപ്പണിംഗ് ഒന്ന് വൈഡ് ഓപ്പൺ ആയെന്നേ ഉള്ളൂ, അതിന്റെ ബോൾ വലുതായിട്ടില്ല. അത് നമ്മുടെ മദറിന്റെ വോംബിൽ കടന്നപ്പോൾ തന്നെ അക്യൂർ ചെയ്ത സൈസിൽ തന്നെയാണുള്ളത്. അവിടുത്തെയും സെല്ലുകള് G0 ഫേസിലാണ്, ലിവിങ് ആണ്, ഫങ്ഷൻ ഉണ്ട്, പക്ഷെ ദേ ഡു നോട്ട് പ്രൊലിഫറേറ്റ് നോർമലി. ഓക്കെ, അൺലെസ് റിക്വയർഡ് ആകുമ്പോൾ ഒരു കണ്ണിൽ ഒരു നഖം കൊണ്ട് ഒരു സ്ക്രാച്ച് വന്നു, കുറച്ച് ചെറിയൊരു ഡാമേജ് കുറച്ച് സെൽസിന് പറ്റി എങ്കിൽ അത് റിപ്പയർ ചെയ്യാൻ വേണ്ടി അതിന്റെ നൈബറിംഗ് സെൽസ് G0 ഫേസ് ക്വിറ്റ് ചെയ്ത് വീണ്ടും G1S and G2 കംപ്ലീറ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് റിപ്പയറിംഗ് നടത്തും. ഓക്കെ, ദാറ്റ് മച്ച്. നോർമലി ഫർദർമോർ പ്രൊലിഫറേറ്റ് ചെയ്യാത്ത സെല്ലുകളെയാണ് G0 ഫേസിൽ എന്ന് പറയാ, ക്യുസെന്റ് സ്റ്റേജിൽ എന്ന് പറയാറ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ ലീഡർ ബോർഡിന് നമുക്ക് ഒരു പ്രയോറിറ്റി ഇല്ല, അതൊരു ഗസ് വർക്ക് ആയി പോയിട്ടുണ്ടാവും. ഓക്കെ, question number 22 is here. In which stage of mitosis Golgi complex cells, endoplasmic reticulum, nucleolus and nuclear envelope begins to disappear? ഞാൻ അത് ഏത് ഫേസിലാണെന്നും അതിന്റെ ആന്റി ഫേസ്, അതിന്റെ ഓപ്പോസിറ്റ് ഫേസ് ഏതാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഏർലി പ്രോഫേസ്, ലേറ്റ് പ്രോഫേസ്, പ്രോമെറ്റാഫേസ് ആൻഡ് മെറ്റാഫേസ്. ഇതിൽ എപ്പോഴാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന ഗോൾജി കോംപ്ലെക്സ്, ന്യൂക്ലിയോലസ് ആൻഡ് ന്യൂക്ലിയർ മെംബ്രെയിൻ അതൊക്കെ ബിഗിൻസ് ടു ഡിസപ്പിയർ. ബിഗിൻസ് എന്ന പ്രിഫിക്സ് വേർഡ് അവിടെ ഉണ്ട് കേട്ടോ. ബിഗിൻസ് ടു ഡിസപ്പിയർ ഇൻ ദ ലേറ്റ് പ്രൊഫേസ്. നമ്മൾ പറഞ്ഞതാണല്ലോ അല്ലെ, അതിന്റെ ആന്റി പ്രൊഫേസ് ആയിരുന്നു ആര്? ടിലോഫേസ്. പ്രൊഫേസിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഇതെല്ലാം റീഗെയിൻ ചെയ്യുന്ന ഫേസ് ആയിരുന്നു ആര്? ടിലോഫേസ്. ആന്റി പ്രൊഫേസ് ആണ് ആര്? ടിലോഫേസ്. ആന്റി ടിലോഫേസ് ആണ് ആര്? പ്രൊഫേസ്. The right answer is the late prophase. Early prophase സെല്ല് അതിന്റെ ഇന്റർഫേസ് കടന്നിട്ട് അതിന്റെ എം ഫേസിലേക്ക് അങ്ങ് എൻ്റർ ചെയ്തതേ ഉള്ളൂ. അവിടെ അതിനുവേണ്ടി പ്രിപ്പയർഡ് ആകുന്നതേ ഉള്ളൂ. ഡിസപ്പിയറൻസിന് വേണ്ടി, ഇതിനൊക്കെ ഡിസപ്പിയർ ആക്കുന്നതിന് വേണ്ടി പ്രിപ്പയർ ആകുന്നതേ ഉള്ളൂ. ലേറ്റ് പ്രൊഫേസിലാണ് ദേ ബിഗിൻസ് ടു ഡിസപ്പിയർ. ഓക്കെ, പ്രിഫിക്സ് ബിഗിൻസ് കണ്ടിട്ട് മിസ്ലീഡ് ചെയ്ത് ഏർലി പ്രൊഫേസ് എന്ന് ചൂസ് ചെയ്യരുത്. മെറ്റാഫേസ് ആകുമ്പോഴത്തേക്ക് അതൊക്കെ ടോട്ടലി ഡിസപ്പിയർ ചെയ്തിട്ടുണ്ടാവും. ക്രോമസോം അതിന്റെ റിയൽ സൈസ് ആൻഡ് ഷേപ്പ് എത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് ക്രോമസോമൽ അനാലിസിസിന് മെറ്റാഫേസ് ആണ് നല്ലതെന്ന് പറഞ്ഞിട്ടുമുണ്ട്. 4 of you are here with the right answer like Anandu, Green Panther, Anamika and Abir Sabi. Moving on to the next question. The question number 23 is here for you. Listen. Dyad of cell form after. The dyad of the cell is formed after. Anaphase 1, telophase 1, telophase 2, anaphase 2. മെയോസിസിലെ മെയോസിസ് 1-ന്റേതാണ് പ്രൊഫേസ് 1, മെറ്റാഫേസ് 1, അനാഫേസ് 1, ടിലോഫേസ് 1. മെയോസിസിലെ മെയോസിസ് 2-ന്റേതാണ് പ്രൊഫേസ് 2, മെറ്റാഫേസ് 2, അനാഫേസ് 2 ആൻഡ് ടിലോഫേസ് 2. ഓക്കെ, അതിൽ ഡയാഡ് 2 ആണ്, ടെട്രാഡ് ആണ് 4. ഡയാഡ് ഓഫ് സെൽ 2 സെല്ലുള്ള സ്റ്റേജ് അത് ഫോംഡ് ആഫ്റ്റർ ഏതാണ്? which is formed after, yes, the right answer is here, telophase 1. ടിലോഫേസിന് സൈമൾട്ടേനിയസ് ആയിട്ടാണ് സൈറ്റോകൈനസിസ് 1 നടക്കുക. ടിലോഫേസ് 1ഉം സൈറ്റോകൈനസിസ് 1ഉം ഇങ്ങനെ സൈമൾട്ടേനിയസ് ആയി നടന്നു കഴിയുമ്പോൾ മെയോസിസ് 1 തീർന്നു എന്ന് പറയാം. അവിടെ 2 ഹാപ്ലോയിഡ് സെല്ലുകളായിരിക്കും റിസൾട്ട്. അവരെയാണ് ഡയാഡ് ഓഫ് സെൽസ് എന്ന് വിളിക്കുക. ആ 2 സെല്ലുകളാണ് ഡ്യൂറേഷൻ ഓഫ് റെസ്റ്റ് കീപ്പ് ചെയ്യുക. പേര് ഇന്റർകൈനസിസ് എന്നാണ്. afterwards get into the meiosis 2. അവിടെയാണ് 2 ഹാപ്ലോയിഡ് സെല്ലുകൾക്ക് ഈക്വലന്റ് ടു മൈറ്റോസിസ് ഡിവിഷൻ നടന്നിട്ട് 4 ഹാപ്ലോയിഡ് സെല്ലുകൾ അൾട്ടിമേറ്റ് ആയി കിട്ടുക ടെട്രാഡ് ഓഫ് സെൽസ് എന്ന് വിളിക്കുക. അപ്പൊ ഡയാഡ് ഓഫ് സെല്ല് കിട്ടുക മെയോസിസ് 1-ന്റെ എൻഡിലാണ്. അത് ടിലോഫേസ് 1 അല്ലെങ്കിൽ സൈറ്റോകൈനസിസ് 1 നടന്നു കഴിയുമ്പോഴാണ്.
Okay, 6 of you are here with the right answer. Anandu Green Panther, Anamika, Sabir Sabinu, and Abu Light. Okay, moving on to the question number 24 without lag. Yes, which of the following phase corresponds to interval between mitosis and initiation of DNA replication? മൈറ്റോസിസിന്റെയും DNA റെപ്ലിക്കേഷന്റെയും ഇടയിൽ ആരാണുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. ആ സെൽ സൈക്കിൾ പിക്ചർ ഓർത്താൽ മതി കേട്ടോ. G1 phase, G2 phase, S phase and M phase. അപ്പൊ DNA റെപ്ലിക്കേഷൻ നടക്കുന്ന ഫേസ് ഏതാന്ന് ഓർക്കണം. ഒരു തവണ M phase ഡിവിഷൻ നടന്നിട്ട് ആ റെപ്ലിക്കേഷൻ നടക്കുന്ന ഫേസിന്റെ ഇടയിലുള്ളത് ആരാണെന്നും ഓർത്താൽ മതി. ഈസി ക്വസ്റ്റ്യൻ അല്ലേ? യെസ്. Okay, the right answer is here. The right answer is G1 phase. Division നടക്കുന്ന phase ഏതാ? M phase. Mitosis നടക്കുന്ന ഫേസിന്റെ പേരെന്താ? M phase. DNA replication നടക്കുന്ന ഫേസിന്റെ പേരെന്താ? അത് S phase. അപ്പൊ ക്വസ്റ്റ്യൻ ഉദ്ദേശിച്ചത് എന്താണ്? M ഫേസിന്റെയും S ഫേസിന്റെയും ഇടയിലുള്ളത് ആരാണെന്ന്. അതാരാ? G1 phase ആണ്. S-നും M-നും ഇടയിലായിരുന്നുവെങ്കിൽ G2 phase. M-നും S-നും ഇടയിലായതുകൊണ്ട് G1 phase. ഓക്കെ, സൈക്കിൾ ഓർത്താൽ മതി അല്ലേ? M phase, G1, S and G2 എന്നാണല്ലോ. NCERT നിങ്ങളുടെ കയ്യിലുള്ളത് പുതുതാണോ പഴയതാണോ എന്നുള്ളത് വെരിഫൈ ചെയ്തോളണം. പഴയ NCERTയിൽ S phase ആണ് ലാർജസ്റ്റ് സബ് ഫേസ് ആയി വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ പുതിയ NCERTയിൽ G1 ഫേസിനെയാണ് ലാർജസ്റ്റ് സബ് ഫേസ് ആയി വരച്ചിട്ടുള്ളത്. റീസൺ, പ്ലാന്റ്സിന്റെ ബോട്ടണിയുടെ കൂടെയാണ് നമ്മുടെ സെൽ സൈക്കിൾ ചാപ്റ്റർ തന്നിട്ടുള്ളത്. അതുകൊണ്ട് പ്ലാന്റ്സിന്റെ സെൽ സൈക്കിൾ ആക്കി മാറ്റിയതാണ് ഇപ്പോഴത്തെ പിക്ചറിനെ. പ്ലാന്റ്സിന്റെ സെൽ സൈക്കിളിൽ G1 ഫേസ് ആണ് ലാർജസ്റ്റ് സബ് ഫേസ്. അനിമൽസിൽ G1ന്റെയും S-ന്റെയും ഡ്യൂറേഷൻ വേരിയബിൾ ആണ്. നമുക്ക് കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല കമ്പയറബിളി. പ്ലാന്റ്സിൽ G1 ഫേസ് ആണ് ലാർജസ്റ്റ് സബ് ഫേസ് ഓഫ് സെൽ സൈക്കിൾ. അത് ഓർത്തോളണം കേട്ടോ. രണ്ട് സ്ഥലത്ത് ആ പിക്ചർ ഉണ്ട്. സെൽ എന്ന യൂണിറ്റ് തുടങ്ങുന്ന സ്ഥലത്തുമുണ്ട്, സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ ചാപ്റ്ററിലുമുണ്ട് ആ പിക്ചർ. ആ പൈ ഡയഗ്രാം പോലെ M, G1, S ആൻഡ് G2ന്റെ ഡ്യൂറേഷൻ കാണിച്ചു തരുന്ന പിക്ചർ. അതൊന്ന് അനലൈസ് ചെയ്ത് വെക്കണം കേട്ടോ. യാ, അനാമിക, അനന്തു, അനി ഒക്കെ നിനക്ക് കറക്റ്റ് ആവട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടല്ലോ. യാ, അനാമിക ആൻഡ് അനന്തു ആർ ഇൻ ചാറ്റ്, ഐ ഹോപ്പ് സോ. ഓക്കെ, റൈറ്റ് ആൻസറുമായി നമ്മുടെ കൂടെ നിന്നിരുന്ന 6 മെമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, ലീഡർ ബോർഡ് കണ്ടതിന് ശേഷം we are moving on to the next question, that is 25. Listen. Chromatin condensation, chromatin reticulum, and movement of duplicated centriole towards opposite pole can be observed during duplicated centrioles, the sister chromatids, prophase, metaphase, anaphase, and telophase. The chromatin condensation and the movement of duplicated centriole. Yeah, chromatin condensation and the duplicated centriole, centrosome made of centrioles, is in the phase, ഏത് ഫേസിലാണെന്ന ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് ഇൻ, ഈസി ക്വസ്റ്റ്യൻ, പ്രൊഫേസ്. പ്രൊഫേസിലാണ് ക്രൊമാറ്റിൻ കണ്ടൻസേഷൻ ചെയ്തിട്ട് ക്രോമസോംസ് ഫോം ചെയ്യുക. ക്രൊമാറ്റിൻ റെറ്റിക്കുലം എന്ന ക്രൊമാറ്റിൻ കണ്ടൻസ് ചെയ്ത് ക്രോമസോം ഫോർമേഷനും ഒപ്പം the duplicated centrioles moves on to the opposite poles of the cells to start the spindle formation. അതൊക്കെ നടക്കുന്നത് പ്രൊഫേസിലാണ്. പിന്നെ ഒരു കാര്യം അറിയാലോ, ആനിമൽ സെല്ലുകൾക്ക് മാത്രമേ എന്ത് കാണാറുള്ളൂ? സെൻട്രിയോൾസിനെ കാണാറുള്ളൂ. മെജോറിറ്റി പ്ലാന്റ്സിനും എന്തില്ല? സെൻട്രിയോൾസ് ഇല്ല. അതുകൊണ്ട് മെജോറിറ്റി പ്ലാന്റ് സെൽസിലും സെൽ സൈക്കിളിന്റെ പാർട്ടായി സ്പിൻഡിലിനെ ഫോം ചെയ്യുന്നത് സൈറ്റോപ്ലാസ്മിക് തിക്കനിങ്ങിൽ നിന്നാണ്. എക്സെപ്റ്റ് ചില ബ്രയോഫൈറ്റുകളിൽ മാത്രമാണ് സെൻട്രിയോളുകളെ പ്ലാന്റ്സിന്റെ കൂട്ടത്തിൽ കണ്ടിട്ടുള്ളത് കേട്ടോ. യെസ്, സോ പ്രൊഫേസിലാണ് ക്രൊമാറ്റിൻ കണ്ടൻസ് ചെയ്ത് ക്രോമസോം ഫോർമേഷനും the movement of duplicated centrioles to opposite poles of the cells to start the spindle formation നടക്കുക. Yes, the members who cracked the right answer are listed here. Okay, Anandu. Yeah, question number 26 is here. During poleward movement of chromosomes, poleward means towards the poles, towards opposite poles of chromosomes in anaphase, centromeres, that means the kinetochore region of each daughter chromosome facing towards, അത് ബാക്കിലാണോ മുമ്പിലാണോ എന്ന് NCERT പറഞ്ഞിട്ടുണ്ട്. ആരാണ് മൂവ് ചെയ്യുമ്പോൾ മുമ്പേ പോവുക, ആരാണ് ട്രെയിൽ ബിഹൈൻഡ് ആവുക എന്ന്.
pole, equatorial plate, lateral, it is random, sometimes towards pole and sometimes towards equatorial region എന്നൊക്കെയാ തന്നത്. Sister chromatids anaphase 1-ൽ split ചെയ്ത് മൂവ് ചെയ്യുമ്പോൾ the centromere region or the kinetochore region will be at the pole. അവരാണ് മുമ്പിലേ പോവുക, രണ്ടറ്റത്തേക്കും നീണ്ടു നിന്ന് പോവുക. രണ്ടറ്റത്തേക്ക് മുന്നേ പോകുന്നത് സെൻട്രോമിയർ റീജിയൻ ആണ്, കൈനറ്റോക്കോർ റീജിയൻ ആണ്. ആംസ് ബാക്കിൽ ഇങ്ങനെ വലിഞ്ഞു പോകുന്നതായിട്ടാണ് നമ്മൾ ചിത്രം വരച്ചിരുന്നത് അല്ലേ. അനാഫേസ് 1-ൽ separated sister chromatids are moving towards opposite poles where സെൻട്രോമിയർ പിടിച്ചു വലിക്കുന്നത് നടുഭാഗത്തിനെ അല്ലേ, സെൻട്രോമിയറിലേക്ക് അല്ലേ സ്പിൻഡിൽ ഫൈബേഴ്സ് വലിക്കുക. അപ്പോ സ്പിൻഡിലിട്ട് വലിക്കുന്നത് നടുവിലേക്കാണ്, സെൻട്രോമിയർ റീജിയനിലേക്കാണ്, കൈനറ്റോക്കോർ റീജിയനിലേക്കാണ്. അപ്പൊ അതാണ് ലീഡ് ആയിട്ട് പോവുക പോളാർ റീജിയനിലേക്ക്. ആംസ് ഇങ്ങനെ ബാക്കിൽ തൂങ്ങി ചെല്ലുക ചെയ്യുക, ട്രെയിലിംഗ് ബിഹൈൻഡ് ആയിരിക്കും. So towards the pole, the kinetochore or the centromere will be towards the pole, towards opposite poles in anaphase 1. Okay, equatorial plane എന്നാണ് മെജോറിറ്റി പറഞ്ഞത്. അങ്ങനെയല്ല, ഇക്വറ്റോറിയൽ പ്ലെയിനിൽ അതിന്റെ ആമുകളാണ് ഉണ്ടാവുക. മുന്നേ നീണ്ടു പോകുന്ന ആൾക്കാർ, മുമ്പേ കയറി പോകുന്ന ആൾക്കാരാണ് സെൻട്രോമിയർ റീജിയൻ, the kinetochore region. Okay, yes, wrong ആയി എന്നൊക്കെ അനാമിക പറയുന്നുണ്ട്. Yeah, here comes the next question, 27. Listen to the question. Precursor of cell wall is, സെൽ വാൾ ആരിൽ നിന്നാണ് ഫോം ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ഫോം ചെയ്തതിന് ശേഷമാണ് സെൽ വാൾ ഉണ്ടാവുക? സെൽ മെംബ്രെയിൻ, സെൽ പ്ലേറ്റ്, സെൽ ഫ്രാഗ്മെന്റ്സ്, ന്യൂക്ലിയർ മെംബ്രെയിൻ. ആനിമൽസിന് സെൽ വാൾ ഇല്ലല്ലോ, അപ്പൊ ആനിമൽ സെല്ലിൽ ആ സംഭവം ഉണ്ടാവില്ല. പ്ലാന്റ് സെല്ലുകളിൽ സൈറ്റോകൈനസിന്റെ ഭാഗമായി സെൽ വാൾ ഫോർമേഷനുമായി അസോസിയേറ്റ് ചെയ്ത ആളെയാണ് ചോദ്യം. അതാണ് ക്ലൂ. അതിൽ നിന്ന് കറക്റ്റ് ആൻസറിലെത്തും. പ്രിക്കേഴ്സർ ഓഫ് സെൽ വാൾ, സെൽ വാൾ ഉണ്ടാകുന്നതിന്റെ മുന്നടയാളം, മുന്നേ ഉണ്ടാകുന്ന ആള് അതാരാണ്? അതിന്റെ പേര് yes, the right answer is here, that is the cell fragments. Okay, എന്തുകൊണ്ട് സെൽ പ്ലേറ്റിനെ ചൂസ് ചെയ്തില്ല? സെൽ പ്ലേറ്റ് is the precursor of middle lamella. സെൽ പ്ലേറ്റ് എന്ന വാക്ക് NCERT-ലുണ്ട്. പ്ലാന്റ്സിന്റെ സൈറ്റോകൈനസിസുമായി അസോസിയേറ്റ് ചെയ്ത് കാൽഷ്യം പെക്ടേറ്റ് കൊണ്ടുണ്ടാകുന്ന സെല്ലിന്റെ നടുവിൽ ഫ്ലോട്ട് ചെയ്യുന്ന ഒരു വസ്തു എന്ന രീതിയിൽ സെൽ പ്ലേറ്റ് ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പിന്നീട് NCERT ഡിസ്ക്രൈബ് ചെയ്ത് വരുമ്പോൾ ദാറ്റ് സെൽ പ്ലേറ്റ് വിൽ ബിക്കം ദ മിഡിൽ ലാമെല്ല മെയ്ഡ് ഓഫ് കാൽഷ്യം പെക്ടേറ്റ് ആൻഡ് മെഗ്നീഷ്യം പെക്ടേറ്റ് എന്ന് ഡിസ്ക്രൈബ് ആയി പോയിട്ടുണ്ട്. അതുകൊണ്ട് ഐ ഹോപ്പ് ആൻഡ് ഐ ബിലീവ് നമുക്ക് മെജോറിറ്റി ആൾക്കാരും സെൽ പ്ലേറ്റിനെയാണ് ചൂസ് ചെയ്തത്. അതിന്റെ എക്സ്പ്ലനേഷൻ ഇങ്ങനെയാണ്: സെൽ പ്ലേറ്റ് കാൽഷ്യം പെക്ടേറ്റ് കൊണ്ടുണ്ടായതാണ്. അത് പിന്നീട് മിഡിൽ ലാമെല്ലയാണ് ആവുക. മിഡിൽ ലാമെല്ല സെൽ വാൾ അല്ല. രണ്ട് നൈബറിംഗ് സെല്ലുകളുടെ ഔട്ടർ വാളുകളായ പ്രൈമറി വാളുകളെ തമ്മിൽ ജോയിൻ ചെയ്ത് സിമെന്റ് ചെയ്ത് നിർത്തുന്ന സിമെന്റിംഗ് മെറ്റീരിയൽ മാത്രമാണ് മിഡിൽ ലാമെല്ല. അതിന്റെ പ്രിക്കേഴ്സർ ആണ് സെൽ പ്ലേറ്റ്. സെൽ വാളിന്റെ പ്രിക്കേഴ്സർ അത് സെൽ പ്ലേറ്റിന്റെ ഇരുവശങ്ങളിലും ഡെപ്പോസിറ്റ് ചെയ്യുന്ന സെൽ ഫ്രാഗ്മെന്റ്സ് ആണ്. ഓക്കെ, ഗോൾജി ബോഡിയിൽ നിന്ന് ഫോം ചെയ്യുന്നതാണ്. ഓക്കെ, സെൽ ഫ്രാഗ്മെന്റ്സ് എന്നാണ് പേര്. അത് നിങ്ങൾക്കൊരു പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഈസ് ഇറ്റ് അല്ലേ? അത് നിങ്ങൾക്കൊരു പുതിയ ഡാറ്റ കിട്ടിയതാണെന്ന് പ്രതീക്ഷിക്കുന്നു. Moving on after the leaderboard, the question number 28 is waiting for you. Listen to me. The question is here. Am I audible right now? Can you hear and see me well? Meiosis ensures the production of dash phase in the life cycle of sexually reproducing organism, whereas fertilization restores dash phase. Diploid and haploid, haploid and triploid, diploid and triploid, haploid and diploid. Meiosis ensures the production of, മിയോസിസിന്റെ റിസൾട്ടായി ഏത് പ്ലോയിഡിയാണ് ഫോം ചെയ്യുക ലൈഫ് സൈക്കിളിൽ, എന്നിട്ട് ഫെർട്ടിലൈസേഷൻ കൊണ്ട് അതെന്താണ് റീസ്റ്റോർ ചെയ്യുക. അപ്പോ മെയോസിസിൽ ആരുണ്ടാവുക? ഹാപ്ലോയിഡ് ആവും. റിസൾട്ട് ഓഫ് meiosis itself is reduction division, but the diploidy will be reduced into haploidy. The number of chromosome is reduced into its half. And fertilizationilo രണ്ട് ഗമീറ്റ്സ്, രണ്ട് ഹാപ്ലോയിഡ് ഗമീറ്റ്സ് ഫ്യൂസ് ചെയ്ത ഡിപ്ലോയിഡ് റീസ്റ്റോർ ചെയ്യും. ഒരു ലൈഫ് സൈക്കിളിൽ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷനിലും ഒക്കെ നമ്മൾ ഇത് കണ്ടതാണ്. എവിടെയാണോ മിയോസിസ് നടക്കുക അവിടെ ക്രോമസോം നമ്പർ പകുതിയായി ഡിപ്ലോയിഡിൽ നിന്ന് ഹാപ്ലോയിഡ് ഫോം ചെയ്യും. എവിടെയാണോ ഫെർട്ടിലൈസേഷൻ നടക്കുക അവിടെ രണ്ട് ഹാപ്ലോയിഡ് ഗമീറ്റ്സ് ഫ്യൂസ് ചെയ്ത് ഡിപ്ലോയിഡ് റീസ്റ്റോർ ചെയ്യും.
so easy, right? On the option D and right answer. 7 of you were here with the right answer, and the leaderboard is here. Anandu, Green Panther, Anamika, Noor, Abir Sabi, Ashwati, and also Abulite are here with the right answer. Okay, moving on to the next question. 29 out of 40 questions. Listen to the question carefully. Select the odd one. Yeah, ആരൊക്കെയാ വരണേ നോക്കാം. ആരൊക്കെയാണ് odd one ന് വേണ്ടിയിട്ട് വരിക? Zygote synaptonymal complex appearance, Pachytene appearance of recombination nodule, Diplotin terminalization of chiasmata, Diakinesis assembly of meiotic spindle. Yes, ഇതില് ഒന്ന് മാത്രം wrong match ഉണ്ട്, odd one ഉണ്ട്. അതാരാണ്? Choose the odd one. അനാമിക മടുത്തോ? അനാമിക ഭീഷണിപ്പെടുന്നുണ്ട്, ഞാൻ ഇപ്പോൾ പോകുന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, here's the right answer. Diplotinilalla terminalization of chiasmata. Diplotinil chiasmata evident ആണ്. The crossing of a region become an X-shaped structure called the chiasmata. ഇതും നടക്കുന്നത് ഡയാകൈനസിസിലാണ്. അസംബ്ലി ഓഫ് മെയോട്ടിക് സ്പിൻഡിലിനോടൊപ്പം തന്നെ dissolution, the terminalization of chiasmata, അത് നടക്കുന്നത് ഡയാകൈനസിസിലാണ്. ഓക്കെ, ഡിപ്ലോട്ടിനിൽ X-shaped chiasmata എവിഡന്റ് ആണെന്ന് ഓർക്കണം. Zygotinil synaptonymal complex associated with the synapse is the pairing of homologous chromosomes. Correct ആണ്. Pachytenil appearance of recombination nodule meant for crossing over or recombination done by an enzyme called the recombinase. Okay, correct ആണ്. Okay, diplotinil chiasmata terminalize ചെയ്യില്ല. chiasmata evident ആണ്. Diplotinil അല്ല, terminalization of chiasmata diakinasisലാണ്. Thereby, third one, the wrong match was this. Okay, 5 of you are here with the right answer, including Anandu, Green Panther, Anamika, Nuha, and Abir Sabi. Yeah, moving on to the next question. Question number 30. 10 question കൂടെ മുമ്പിലേക്ക് ഉള്ളൂ കേട്ടോ. Which of the following is not a significance of meiosis? Meiosisന് രണ്ട് മേജർ സിഗ്നിഫിക്കൻസുകൾ ഉണ്ട്. അതിലില്ലാത്തത് ഏത്? Helps in conservation of specific chromosome number in each species, increase in genetic variability, helps in evolution and adaptation, helps in growth of organism. ഈ തന്ന 4 ഓപ്ഷനുകളിൽ ഒന്ന് മൈറ്റോസിസിന്റെ സിഗ്നിഫിക്കൻസ് ആണ്, മെയോസിസിന്റേതല്ല. അതാണ് ചൂസ് ചെയ്യാനുള്ളത് എന്നതാണ് ക്ലൂ തരാൻ പറ്റുക. ഓക്കെ, ഓക്കെ, so the answer is helps in growth of organism. ഗ്രോത്തിന് വേണ്ടി നടക്കുന്നത് മൈറ്റോസിസ് ആണ്. സെൽ ഡിവിഷൻ meant for growth, repair, അതൊക്കെ മൈറ്റോസിസ് ആണ്. മെയോസിസിന് മേജറായി 2 സിഗ്നിഫിക്കൻസ് ആണ്. ഒന്നെന്താ? മെയോസിസ് നടക്കുമ്പോൾ ക്രോമസോം നമ്പറിനെ പകുതിയാക്കിയും, ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ ക്രോമസോം നമ്പറിനെ റീസ്റ്റോർ ചെയ്തും, ലൈഫ് സൈക്കിളിൽ ക്രോമസോം നമ്പറിന്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് മെയോസിസ് കൊണ്ടാണ്. രണ്ടെന്താ? മെയോസിസ് 1-ലെ പ്രൊഫേസ് 1-ലെ പാക്കറ്റിൻ സ്റ്റേജിൽ ക്രോസിംഗ് ഓവർ എന്ന റീകോമ്പിനേഷൻ കൊണ്ടുവരുന്ന ജനറ്റിക് വേരിയബിലിറ്റി ആണ്. അത് രണ്ടുമാണ് മേജറായി സിഗ്നിഫിക്കൻസ്. That variation is must in evolution. Okay, evolution sustainable ആവണമെങ്കിൽ, evolution progressive ആവണമെങ്കിൽ genetic variation must ആണ്. ക്ലോണുകൾ പോരാ, ഐഡന്റിക്കൽ ഓർഗാനിസംസ് പോരാ, ഡൈവേഴ്സ് ഓർഗാനിസംസ് ഉണ്ടെങ്കിൽ റിസോഴ്സുകൾ അതിനോട് ഡിഫറൻ്റ്ലി റെസ്പോണ്ട് ചെയ്തുകൊണ്ട് സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റിലേക്ക് എത്തൂ. കോമ്പറ്റീഷൻ വരൂ, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് വരൂ, നാച്ചുറൽ സെലക്ഷൻ വരൂ, സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് വന്ന് എവല്യൂഷൻ പ്രൊസീഡഡ് ആവും. അതുകൊണ്ട് അത് 3 മെയോസിസിൻ്റെതാണ്, മെയോസിസിന്റെ പാർട്ടാണ്. ഹെൽപ്സ് ഇൻ ഗ്രോത്ത് ഓഫ് ഓർഗാനിസം എന്നത് അത് ലൈക്ക് മൈറ്റോസിസിൻ്റെതാണ്. Okay, 7 of you are here with the right answer. Okay, Anandu, Green Panther, Anamika, Noor, Sabir, Sabi, Ashwant, and Aparna are here with the right answer. Moving on to the question number 31 out of 40. നമ്മൾ നമ്മുടെ ലാസ്റ്റ് 10-ലാണ്. Over small distance, substances can move by. ട്രാൻസ്പോർട്ടിലാണ് ചാപ്റ്റർ. ചെറിയ ദൂരത്തേക്ക് സബ്സ്റ്റൻസുകൾ മൂവ് ചെയ്യുന്നത് ഡിഫ്യൂഷൻ, സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, ഓൾ ഓഫ് ദ എബവ്. NCERTന്റെ ഫസ്റ്റ് പാരഗ്രാഫിൽ ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സിൽ ഈ സെന്റൻസ് ഉണ്ട്.
അവർ സ്മോൾ ഡിസ്റ്റൻസസ് മൂവ്മെന്റിന് ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമാണോ അതൊന്നിലധികമുണ്ടോ എന്നൊക്കെ NCERT സ്റ്റേറ്റ്മെന്റിലുണ്ട്. ഓക്കെ, മൂവ്മെന്റ് അലോങ് ഷോർട്ട് ഡിസ്റ്റൻസസ് അതൊന്നുകിൽ ഒരു സെല്ലിനകത്ത് തന്നെ ആവാം, ഇൻട്രാ സെല്ലുലാർ, അല്ലെങ്കിൽ സെല്ലിൽ നിന്ന് പുറത്തേക്കാവാം, എക്സ്ട്രാ സെല്ലുലാർ, അല്ലെങ്കിൽ വൺ സെൽ ടു ദ നൈബറിംഗ് സെൽ ആവാം, ഇന്റർ സെല്ലുലാർ. അത്തരം മൂവ്മെന്റുകളെയൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് ഇത് മൂന്നും ചേർന്നാണ്. ഡിഫ്യൂഷനും വേണം, സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് അതിനെ സൈക്ലോസിസ് എന്ന് വിളിക്കും കേട്ടോ. പേജ് നമ്പർ 185 പറയുന്നുണ്ട്, ഒരു മൈക്രോസ്കോപ്പിൽ കൂടി ഹൈഡ്രില്ല ലീഫിനെ നോക്കുമ്പോൾ ഡിസ്കോയിഡ് സ്ട്രക്ചേഴ്സ് ആയ ക്ലോറോപ്ലാസ്റ്റുകൾ ഇങ്ങനെ ഫ്ലട്ടർ ചെയ്യുന്നതായി കാണുന്നത് സൈറ്റോപ്ലാസത്തിന്റെ മൂവ്മെന്റ് കൊണ്ടാണ്. പേര് സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് അല്ലെങ്കിൽ സൈക്ലോസിസ് എന്നാണ്. കൂടാതെ എനർജി റിക്വയറിംഗ് ആയ ആക്റ്റീവ് ട്രാൻസ്പോർട്ടും ഷോർട്ട് ഡിസ്റ്റൻസ് മൂവ്മെന്റ്സ് ആയ ട്രാൻസ്പോർട്ടിനെ സഹായിക്കും. ആൻഡ് ഓൾ ഓഫ് ദ എബോൺ ആൻസർ, 3 പേര് മാത്രമേ റൈറ്റ് ആൻസറുമായി വന്നുള്ളേ. ഇവരൊക്കെയാണ് ഗ്രീൻ പാന്തർ, അനന്തു ആൻഡ് അനാമിക. Congrats 3 of you. Moving on to the next question, question number 32 out of 40. മക്കളെ, ഗെറ്റിംഗ് ടയർഡ് ആൻഡ് ബോർഡ് 3 ചാപ്റ്റേഴ്സ് ആയിരുന്നു, നല്ല സ്ട്രെങ്ത് ഉള്ള ചാപ്റ്റേഴ്സ് തന്നെയാണ്. Transport methods those require special membrane proteins also show. പ്രോട്ടീൻ ഉണ്ടെങ്കിൽ, കാരിയർ ഉണ്ടെങ്കിൽ, ഓൾവേസ് uphill movement, always movement according to concentration gradient, always transport saturation, always ATP expenditure. ഇതില് സ്പെഷ്യൽ മെംബ്രെയിൻ പ്രോട്ടീൻസ് ഉണ്ടെങ്കിൽ ഇതിലെ ഏത് ഫീച്ചറാണ് നമുക്ക് പറയാൻ പറ്റുക? ഇതിലൊന്നേ റൈറ്റ് ഉള്ളൂ, അതേതാന്ന് പറയും. ഓക്കെ, ദാറ്റ് ഈസ് ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓൾവേസ് ട്രാൻസ്പോർട്ട് സാച്ചുറേഷൻ. ഞാൻ നിങ്ങളോട് മുമ്പും പറഞ്ഞതാ, കാരിയർ പ്രോട്ടീൻ ഉണ്ടെങ്കിൽ സെലക്ഷൻ അഥവാ സ്പെസിഫിസിറ്റി ഉണ്ടാവും. സാച്ചുറേഷൻ അഥവാ the time point at which all the carriers are being used where the transport reaches its maximum called the saturation ഉണ്ടാവും. and the carriers will be sensitive to the inhibitors. എന്തുകൊണ്ട് ഓൾവേസ് അപ്ഹിൽ മൂവ്മെന്റ് എന്ന് ചൂസ് ചെയ്തുകൂടാ? ഡൗൺ ഹില്ലിലെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിലും കാരിയർ ഉണ്ട്. അപ്ഹിലിന് മാത്രമല്ല, ഡൗൺ ഹില്ലായ ഡിഫ്യൂഷനിലെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്നതിൽ ഹൈഡ്രോഫോബിക് ആയ വസ്തുക്കളെ കൊണ്ടുപോകാൻ കാരിയർ വേണം. എന്തുകൊണ്ട് ഓൾവേസ് മൂവ്മെന്റ് അക്കോർഡിംഗ് ടു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞില്ല? ഓൾവേസ് ബേസ്ഡ് ഓൺ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ അത് പാസീവ് ട്രാൻസ്പോർട്ട് ആണ്, അത് ഡിഫ്യൂഷൻ ആണ്. അതിലെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും കാരിയർ വേണം. കൂടാതെ എഗെയിൻസ്റ്റ് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ആകുന്ന ആക്റ്റീവ് ട്രാൻസ്പോർട്ടിനും കാരിയർ വേണം. ഓക്കെ, ഓൾവേസ് ATP എക്സ്പെൻഡിച്ചർ എന്തുകൊണ്ട് ചൂസ് ചെയ്തില്ല? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിൽ കാരിയർ വേണം, പക്ഷെ അത് ഡിഫ്യൂഷൻ ആണ്, പാസീവ് ആണ്, ATP വേണ്ട. ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ കാരിയറും വേണം, ATPയും വേണം. അതുകൊണ്ട് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും ആക്റ്റീവ് ട്രാൻസ്പോർട്ടും തമ്മിലുള്ള വ്യത്യാസം, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എനർജി വേണ്ട, ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് ATP വേണം എന്നത് മാത്രമാണെന്ന് ഓർത്തോളണം. കാരിയർ എവിടെയൊക്കെ ഉണ്ടോ അപ്പൊ കാരിയർ കാണിക്കുന്ന കോമൺ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? സെലക്ഷൻ അഥവാ സ്പെസിഫിസിറ്റി, സാച്ചുറേഷൻ, സെൻസിറ്റിവിറ്റി ഇൻഹിബിറ്റേഴ്സ് എന്നതായിരിക്കും. ഇവിടെ ഓൾവേസ് ട്രാൻസ്പോർട്ട് സാച്ചുറേഷൻ എന്നതാണ് റൈറ്റ് ആൻസർ. ദ ടൈം പോയിന്റ് അറ്റ് വിച്ച് all the carriers of the membrane is being used, thus the transport reaches its maximum called the saturation എന്നത് ഓർക്കണം. 5 of you are here with the right answer. Anandu, Green Panther, Nu, Abir Sabi and Anamika. Moving on to the question number 33. Yes, get ready to ask the question. Imbibition. Transport in plants ഒരു പാർട്ടാണ് imbibition. എന്താണ് imbibition അല്ലെങ്കിൽ imbibition? Is a special type of osmosis, involve adsorption, is the characteristic feature of lipophilic colloids, occurs against the water potential gradient. So ഇതിൽ ഏതാണ് ഇംബിബിഷനെ സംബന്ധിച്ച് ബെസ്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ? യെസ്, അനാമിക, അനന്തു, ഗ്രീൻ പാന്തർ, ബിനീഷ്. Yes, the right answer is here. It involves adsorption. എന്തുകൊണ്ട് ഓപ്ഷൻ എ ആയില്ല? It's a special type of osmosis അല്ല. Imbibition is a special type of diffusion എന്നാണ്. Okay, a special type of diffusion is called the imbibition എന്നാണ് NCERT പറഞ്ഞേ, osmosis എന്നല്ല. Is the characteristic feature of lipophilic colloids അല്ല, hydrophilic colloids എന്നാണ്. വാട്ടർ ലവിംഗ് colloids ന്റെ പ്രോപ്പർട്ടി ആണ് imbibition.
occurs against the water potential gradient അല്ല, it is based on the water potential gradient ആണ്. Okay, a water potential gradient and the affinity between the adsorbent and the water, the liquid absorbed are required എന്നൊക്കെയാണ് NCERT പറയാ. So involve adsorption. എന്താണ് adsorption? അത് വാട്ടർ ഒരു ഹൈഡ്രോഫിലിക് ആയ സോളിഡ് പാർട്ടിക്കിളുമായി അട്രാക്ട് ചെയ്യുന്ന അഡ്സോർപ്ഷൻ ഇവിടെ റിക്വയർഡ് ആണ്. ഓക്കെ, അഡ്സോർപ്ഷൻ. Alright, adsorption is required. A water potential gradient is also required. Okay, the affinity between adsorbent and water is required. Three of you are here with the right answer. They are Green Panther, Anandu and Abisabi. Okay, moving on to the next question. Question number 34 out of 40. Aparna Sapu, endu patti karachil varunundallo. Most of the nitrogen in plants is transported in. Okay, plants nitrogen comparably കുറവാണ്. പ്ലാന്റ്സിന്റെ ഗ്രോത്തിന്റെയും പ്രൊഡക്ടിവിറ്റിയും ഒരു ലിമിറ്റിംഗ് ഫാക്ടർ ആണ് നൈട്രജൻ. ഓർഗാനിക് ഫോം വയ ഫ്ലോയം, ഓർഗാനിക് ഫോം വയ ഫ്ലോയം, ഇൻഓർഗാനിക് ഫോം ത്രൂ ഫ്ലോയം, ഇൻഓർഗാനിക് മൂവ്മെന്റ് ത്രൂ സൈലം എന്ന ഓപ്ഷൻസിന്റെ ഇതിലൊന്ന് ഇൻഓർഗാനിക്കും ഒന്ന് ഓർഗാനിക്കുമായിട്ടാ കവി ഉദ്ദേശിച്ചിരുന്നത് കേട്ടോ. Okay, so sorry. Most of the nitrogen in plants is transported in ഏത് ഫോമിലാണ്, ഏതിൽ കൂടിയാണ്? Yeah, that is organic form through the phloem. Okay, amides, urides എന്നൊക്കെയുള്ള ഫോമില്. Okay, yes, that is organic form via phloem എന്ന option 2 is the right answer. Okay, option 1 ചൂസ് ചെയ്തവരെ ഞാനിപ്പോൾ കുറ്റം പറയാൻ പറ്റില്ല, ബിക്കോസ് നമുക്ക് മിസ്ലീഡ് ചെയ്ത് ഒരേപോലെ വന്നതുകൊണ്ടാണ്. Yeah, so അതിന്റെ ലീഡർ ബോർഡ് ഞാൻ സ്പെസിഫൈ ചെയ്യുന്നില്ല. Here comes the question number 35 out of 40. In plants, the accepted mechanism for the translocation of sugars from source to sink. Sugarsന്റേതാണ്, വാട്ടറിൻ്റെതല്ല. വാട്ടറിൻ്റെതായിരുന്നെങ്കിൽ acceptor method മാറും. Okay, yeah, involves a modest push by root pressure, involves a transport according to pressure potential gradient, is completely based upon transpiration pull, does not requires metabolic energy എന്നതൊക്കെയാണ് ഓപ്ഷൻസിലുള്ളത്. അതിൽ ഓർഗാനിക് ഫുഡിനെ അഥവാ ഷുഗേഴ്സിനെ പ്രത്യേകിച്ച് സൂക്രോസ് ഫോമിൽ കൊണ്ടുപോകുന്നത് ആരാണ്? ഫ്ലോയത്തിന്റെ സീവ് ട്യൂബ് ആണ്. ദാറ്റ് ഇൻവോൾവ്സ് എ ട്രാൻസ്പോർട്ട് അക്കോർഡിംഗ് ടു പ്രഷർ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ്. അവിടെ നമ്മൾ അതിനെ മാസ് ഫ്ലോ, പ്രഷർ ഫ്ലോ ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ മഞ്ച് ഹൈപ്പോത്തസിസ് എന്നൊക്കെയാണ് വിളിക്കാറ് അല്ലെ. പ്രഷർ ഫ്ലോ, മാസ് ഫ്ലോ ഹൈപ്പോത്തസിസ്. സൂക്രോസിനെ കൊടുക്കുന്ന ഭാഗമായ സോഴ്സിൽ പ്രഷർ കൂടണം, സൂക്രോസിനെ റിക്വയർ ആകുന്ന സിങ്കുകളിൽ പ്രഷർ കുറയണം. പ്രഷർ കൂടിയ സ്ഥലത്തുനിന്ന് പ്രഷർ കുറഞ്ഞ സ്ഥലത്തേക്ക് പ്രഷർ ഫ്ലോ നടക്കണം എന്നതാണ് ഫ്ലോയം ട്രാൻസ്ലൊക്കേഷനിൽ. ഇൻവോൾവ്സ് എ മോഡസ്റ്റ് പുഷ് ബൈ റൂട്ട് പ്രഷർ. സൈലം ട്രാൻസ്ലൊക്കേഷനിലാണ് അപ്വേർഡ് കണ്ടക്ഷനിലെ റൂട്ട് പ്രഷറിന്റെ മോഡസ്റ്റ് ഇൻവോൾവ്മെന്റ് ആണ്. is completely based upon transpiration pull. അത് കൊഹിഷൻ ടെൻഷൻ ട്രാൻസ്പിരേഷൻ പുൾ തിയറി ആണ്. ഡിക്സണും ജോളിയും കൊണ്ടുവന്നതാണ്. അതും സൈലം ട്രാൻസ്ലൊക്കേഷനിലെ മേജർ ഫോഴ്സ് ആണ്. does not require metabolic energy അല്ല. ഓക്കെ, മെറ്റബോളിക് എനർജി റിക്വയർ ആകാത്തത് കൊഹിഷൻ ടെൻഷൻ ട്രാൻസ്പിരേഷൻ പുൾ തിയറിക്കാണ്. കാരണം അത് ട്രാൻസ്പിരേഷൻ കൊണ്ട് നടക്കുന്ന ഒരു പാസീവ് അബ്സോർപ്ഷൻ പ്രോസസ് ആണ്. ഇവിടെ ഫ്ലോയം ലോഡിങ്ങിനും ഫ്ലോയം അൺലോഡിങ്ങിനും എനർജി വേണം. അതുകൊണ്ട് ഷുഗറിന്റെ മൂവ്മെന്റ് അത് എനർജി റിക്വയർമെന്റോട് കൂടി തന്നെയാണ്. സോ പ്രഷർ ഫ്ലോ ഹൈപ്പോത്തസിസിനെ ചൂസ് ചെയ്തത് ഓപ്ഷൻ ബിയുമായിട്ടാണ്. Yeah, 6 of you are here with the right answer, and the members are Green Panther, Anandu, Abir Sabi, Nu, Anamika, and Abulaid. Moving on to the question number 36. Yeah, what's the question? Diffusion is very important to plants since it is the only means for NCERT statement ആണ്. ഡിഫ്യൂഷനെ പറയുന്ന സ്ഥലത്ത് വാട്ടർ ട്രാൻസ്ലൊക്കേഷൻ ഇൻ റൂട്ടിനാണോ ഡിഫ്യൂഷൻ, ഗ്യാഷ്യസ് മൂവ്മെന്റ് വിത്തിൻ പ്ലാന്റ്സിനാണോ, മിനറൽ ട്രാൻസ്ലൊക്കേഷൻ ഇൻ റൂട്ടിനാണോ, ഷുഗർ ട്രാൻസ്പോർട്ട് ഫ്രം സോഴ്സ് ടു സിങ്കിനാണോ? ഇതില് ഏതിൽ ഇൻവോൾവ് ചെയ്യുന്നത് കൊണ്ടാണ് ഡിഫ്യൂഷൻ ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ടു ദ പ്ലാന്റ്സ്. പ്ലാന്റ്സിന് ഡിഫ്യൂഷൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആകുന്നത് ഇതിൽ എന്ത് ഫീച്ചർ ഉള്ളത് കൊണ്ടാണ്? Time is up. Is the only means of gaseous exchange in plants. It is the only means of gaseous movement within the plants എന്നതാണ് ആൻസർ. വാട്ടർ ട്രാൻസ്ലൊക്കേഷൻ ഇൻ റൂട്ട്
അതിന് എപ്പോപ്ലാസ് സിംപ്ലാസ് പാത്വേകളും റൂട്ട് പ്രഷർ ട്രാൻസ്പിരേഷൻ പുൾ സപ്പോർട്ടുമാണ്. മിനറൽ ട്രാൻസ്ലൊക്കേഷൻ ഇൻ റൂട്ട് അത് സൈലം സാപ്പിൽ കൂടി തന്നെ ട്രാൻസ്പിരേഷൻ പുള്ളിനോടൊപ്പമാണെന്നാണ് മിനറൽ ന്യൂട്രീഷൻ ചാപ്റ്ററും ട്രാൻസ്പോർട്ടും പറഞ്ഞു തരിക. ഷുഗർ ട്രാൻസ്പോർട്ട് ഫ്രം സോഴ്സ് ടു സിങ്ക് അത് ഫ്ലോയം ട്രാൻസ്ലൊക്കേഷൻ ആണ്. അത് പ്രഷർ ഫ്ലോ മാസ് ഫ്ലോ ഹൈപ്പോതൈസിസുമാണ്. Okay, so diffusion is very much important to the plants as it is the only means of gaseous exchange in plants like photosynthesis, respiration, transpiration, etc. Yes, 6 of you are here with the right answer. Green Panther, Anantu PK, Abir Sabi, Nuh, Anamika and Abulaid. Okay, 37th question is here. Yeah. Which of the following is not a similarity between facilitated diffusion and active transport? രണ്ടിന്റെയും സിമിലാരിറ്റി അല്ലാത്തത് ഏത്? ഞാൻ മുമ്പ് പറഞ്ഞതാ, ട്രാൻസ്പോർട്ട് സാച്ചുറേഷൻ കാരിയർ ഉള്ളവർക്കൊക്കെ ഉള്ളതാണെന്ന് അറിയാം. സെൻസിറ്റിവിറ്റി ടുവാർഡ്സ് പ്രോട്ടീൻ ഇൻഹിബിറ്റേഴ്സ് കാരിയർ ഉള്ളവർക്കുള്ളതാണ്. സെലക്ടിവിറ്റി എന്നത് സ്പെസിഫിസിറ്റി ആണ്, കാരിയർ ഉള്ളവർക്കുള്ളതാണ്. അപ്ഹിൽ ട്രാൻസ്പോർട്ട് എന്ന ഓപ്ഷനുമുണ്ട്. ഇതിൽ which of the following is not a similarity between facilitated diffusion and active transport? Here the right answer is here, that is option D, uphill. Uphill active in transport ന്റെ മാത്രമാണ്. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആണ്. ഡിഫ്യൂഷൻ പാസീവ് ആണ്. പാസീവ് ഡൗൺ ഹിൽ ആണ്. രണ്ടു പേർക്കും കാരിയർ ഉണ്ട്. അതുകൊണ്ട് രണ്ടു പേർക്കും സെലക്ഷൻ ഉണ്ട്. രണ്ടു പേർക്കും സാച്ചുറേഷൻ ഉണ്ട്. രണ്ടു പേർക്കും സെൻസിറ്റിവിറ്റി ടുവാർഡ്സ് ഇൻഹിബിറ്റേഴ്സും ഉണ്ട്, കാരിയർ ഉള്ളത് കൊണ്ട്. അതിൽ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ അത് എനർജി വേണ്ട, പാസീവ് ആണ്, അപ്പ് ഹിൽ അല്ല, ഡൗൺ ഹിൽ ആണ്. ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ ആണ്. ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് കാരിയറും വേണം, എനർജിയും വേണം. കാരണം അപ്പ് ഹിൽ ആണ്, ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ. അപ്പോ അപ്പ് ഹിൽ എന്നത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന്റെ ഫീച്ചർ ആണ്. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ അത് ഡൗൺ ഹിൽ ആണ്. അത് ഇവിടുത്തെ ഒരു ഓഡ് വൺ ആയിട്ടുള്ള ഓപ്ഷൻ ആയിരുന്നു. The members with right answer are listed here. 4 of them are Green Panther, Anantu, Abir Sabi and Nuh. Here comes the 38th question. Besides water potential gradient, which of the following is also prerequisite for imbibition? നേരത്തെ ഞാൻ പറഞ്ഞതാ, ഇംബിബിഷൻ പറഞ്ഞപ്പോ permeable membrane വേണോ, impermeable membrane വേണോ, affinity between adsorbent and liquid വേണോ, selectively permeable membrane വേണോ? ഇംബിബിഷനിൽ ആരാണ് വാട്ടറിനെ എടുക്കാന്ന് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. ഓക്കെ, ഏത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസിനാണ് ഇംബിബിഷൻ നടക്കുക എന്നുള്ളത് ഓർത്താൽ മതി. Here comes the right answer. The affinity between adsorbent and the liquid is required. Okay, a water potential gradient and affinity between the adsorbent and the liquid are the prerequisites എന്നാണ് NCERT പറയാ. മക്കളെ, ഇംബിബിഷനിൽ വാട്ടറിനെ അപ്ടേക്ക് ചെയ്യുന്നത് നോൺ ലിവിംഗ് ആയ, ഡെഡ് ആയ, ജീവനില്ലാത്ത ഉണങ്ങിയ മരക്കഷ്ണം പോലത്തെ, വിത്തിന്റെ പുറന്തോട്, സീഡ് കോട്ട് പോലത്തെ ഡെഡ് ആയ ആൾക്കാർ വാട്ടർ എടുത്തിട്ട് വോളിയം കൂടുതലാണ് ഇംബിബിഷൻ. അപ്പൊ അവിടെ മെംബ്രെയിൻ ഉണ്ടാവില്ല. ഡെഡ് ആയ പ്ലാന്റ് പാർട്സിന് മെംബ്രെയിൻ ഉണ്ടാവില്ല. പെർമിയബിൾ മെംബ്രെയിനും ഇല്ല, ഇംപെർമിയബിൾ മെംബ്രെയിനും ഇല്ല, സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിനും ഉണ്ടാവില്ല. ഓക്കെ, ഡെഡ് ആയ വസ്തുക്കളെ സംബന്ധിച്ച ആ 3 ഓപ്ഷനും ഇൻഅപ്രോപ്രിയേറ്റ് ആണ്. സോ വാട്ടർ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് and affinity between the adsorbent and the liquid are the prerequisites എന്ന ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഇംപെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറഞ്ഞ അർത്ഥത്തിൽ തന്നെ ഉണ്ടല്ലോ, ആരും കടത്തിവിടില്ല, സൊല്യൂട്ടുകളെയും കടത്തിവിടൂല, സോൾവെന്റുകളെയും കടത്തിവിടൂല. അതാണ് ഇംപെർമിയബിൾ മെംബ്രെയിൻ. ആരാണ് പെർമിയബിൾ മെംബ്രെയിൻ? എല്ലാവരെയും കടത്തിവിടുന്നത്, സൊല്യൂട്ടുകളെയും കടത്തിവിടും, സോൾവെന്റുകളെയും കടത്തിവിടുന്ന മെംബ്രെയിൻ. ആരാണ് സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ? സോൾവെന്റുകളെയും കടത്തിവിടും, ചില സ്പെസിഫിക് ആയ സൊല്യൂട്ടുകളെയും കടത്തിവിടും, മറ്റു ചില സൊല്യൂട്ടുകളെ മാത്രം തടഞ്ഞു നിർത്തും. അതിന്റെ പേരാണ് സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ. പ്ലാന്റ് മെംബ്രെയിൻസ് ഒക്കെ അങ്ങനെയാണ്. പിന്നൊന്നുണ്ട് സെമി പെർമിയബിൾ മെംബ്രെയിൻ. സോൾവെന്റുകളെ മാത്രമേ കടത്തിവിടൂ, ഒറ്റ സൊല്യൂട്ടുകളെയും കടത്തിവിടില്ല. റയർ ആയ ചില ആനിമൽ മെംബ്രെയിൻസ് അങ്ങനെയാണ്. എഗ് മെംബ്രെയിൻ, ബ്ലാഡർ മെംബ്രെയിൻ പോലത്തെ.
ആർട്ടിഫിഷ്യലായ കോപ്പർ ഫെറോസൈനൈഡ് മെംബ്രെയിനും സെമി പെർമിയബിൾ ആണ്. ഓക്കെ, സോ അങ്ങനത്തെ മെംബ്രെയിന്റെ കാര്യമൊക്കെ ഇവിടെ പറഞ്ഞേ. മെംബ്രെയിൻ ഒന്നും ഡെഡ് ആയ വസ്തുക്കൾക്ക് ഉണ്ടാവില്ല, അതുകൊണ്ട് അതൊന്നും ഇംബിബിഷനിലേക്ക് കണക്ട് ചെയ്യാനും പറ്റില്ല. 8 of you were here with the right answer, including Green Panther, Anandu, Abir Sabin, Noor, Anamika, Abu Light. Yeah, moving on to the question number 39. Second last question. Which of the following is not observed during stomatal opening? Stomatal opening il nadakkathadu kaanathadu endu? High turgidity of the guard cell, radially oriented microfibrils, outer wall bulge out, low turgor of guard cell. Yes, ഓഡ് 1 അന്വേഷിച്ചാൽ മതി. നന്ന 4 സ്റ്റേറ്റ്മെന്റുകളിൽ ഒന്ന് ഓടായി നിൽക്കുന്നുണ്ട്. അതാണ് റൈറ്റ് ആൻസർ. Yeah. Ara. The right option is the last one. Low turgor. Low turgor എന്ന് വെച്ചാൽ എന്താ? നിറഞ്ഞിട്ടില്ല, ടെർജിഡിറ്റി ആയിട്ടില്ല എന്നാണ്. നമുക്കൊരു പെർട്ടിക്കുലർ ഷേപ്പുള്ള ബലൂൺ ഉണ്ടെങ്കിൽ ആ ബലൂൺ അതിന്റെ റിയൽ ഷേപ്പിൽ എത്തണമെങ്കിൽ അത് ഫുള്ളി നിറയണം, ടർജിഡ് ആവണം അല്ലേ? എന്നതുപോലെയാണ് ഗാഡ് സെൽസിന്റെയും കാര്യം. ഡൈക്കോഡ്സിന്റെ ബീൻ ഷേപ്ഡ് ഗാഡ് സെൽസും മോണോകോഡ്സിന്റെ ഡംപ് ബെൽ ഷേപ്ഡ് ഗാഡ് സെൽസും അതിന്റെ റിയൽ ഷേപ്പിൽ എത്തണമെങ്കിൽ ഗാഡ് സെൽസ് ടർജിഡ് ആയി നിറയണം. ഹൈ ടർജിഡിറ്റി ഓഫ് ഗാഡ് സെൽ വേണം. അപ്പോഴാണ് ബീൻ ഷേപ്പ് ആകുമ്പോൾ ഓപ്പണിംഗ് തുറന്നിരിക്കുക, ഡംപ് ബെൽ ഷേപ്പ് ആകുമ്പോൾ ഓപ്പണിംഗ് തുറന്നിരിക്കുക. ഓക്കെ, റേഡിയലി ഓറിയന്റഡ് മൈക്രോ ഫൈബ്രിൽസ് അവിടെ സ്ട്രെച്ച് ആയി നിൽക്കുന്നുണ്ടാവും. ഗാഡ് സെല്ലുകളുടെ ഔട്ടർ വാളിൽ നിന്ന് ഇന്നർ വാളിലേക്ക് റേഡിയലി പ്ലേസ് ചെയ്ത സെല്ലുലോസിക് മൈക്രോ ഫൈബ്രിൽസിനെ പറ്റിയാ പറയാ. ഗാഡ് സെൽ വെള്ളം കൊണ്ട് നിറയുമ്പോ തിന്നായ ഔട്ടർ വാൾ ഫ്ലെക്സിബിൾ ആയി ഉയരുമ്പോ മൈക്രോ ഫൈബ്രിൽസ് സ്ട്രെച്ച് ആവും. അത് ഇന്നർ വാളിനെ വലിച്ചിട്ടാണ് സ്ട്രെയിറ്റ് ആയി നിന്ന് ഇന്നർ വാൾ ക്രസന്റ് ആകുമ്പോ സ്റ്റൊമാറ്റ ഓപ്പൺ ആവുക. അപ്പൊ റേഡിയലി ഓറിയന്റഡ് മൈക്രോ ഫൈബ്രിൽസിനെയും കാണാൻ പറ്റും. ഔട്ടർ വാൾ ബൾജ് ആവും, വാട്ടർ ഗെയിൻ ചെയ്തിട്ട് ടെർജിഡിറ്റി കൊണ്ട് വെള്ളം കുടിച്ചിട്ട് ഗാഡ് സെല്ലിന്റെ തിന്നായ ഔട്ടർ വാൾ ഇങ്ങനെ വീർക്കുമ്പോഴാണ് മൈക്രോ ഫൈബ്രിൽ സ്ട്രെച്ച് ആകുമ്പോ ഇന്നർ വാൾ ക്രസന്റ് ആയി വളയുമ്പോ സ്റ്റൊമാറ്റ ഓപ്പൺ ആവുക. ലോ ടെർഗർ ഓഫ് ഗാഡ് സെൽ. ഗാഡ് സെല്ലിന് ടെർജിഡിറ്റി ഇല്ലെങ്കിൽ അർത്ഥം ഗാഡ് സെൽ ലൂസ് ആയി നിൽക്കുകയാണെന്നാണ്. അപ്പൊ സ്റ്റൊമാറ്റ ക്ലോസ് ആയിരിക്കും. That's why the right answer is option D. 7 of you are here with the right answer, and those members are Green Panther, Ananthu, Abir Sabin, Noor, Anamika, Abu Light, and yeah, that much of members, right? And also, yeah, moving on, Aparna, right? Yes. Here comes the last question of our today's interaction. Which of the following is not a significance of transpiration? Transpiration's significance allathathu absorption of water, absorption of minerals, cooling of leaf surface, maintain the shape and structure of the plant. Idile which of the following is not a significance of transpiration? Yeah, ഏതാണ്? ഇവിടെയും ഒരു ഓട് വണാൻ നിൽക്കുന്നത് അതാരാണ്? Okay, the time is about to end and the right answer is upcoming right now. Absorption of minerals less significance ഉള്ളൂ. വാട്ടറിന്റെ അബ്സോർപ്ഷൻ ട്രാൻസ്പിരേഷൻ പുള്ളുകൊണ്ടാണ്. കൂളിംഗ് ഓഫ് ലീഫ് സർഫസ് സംടൈംസ് 10 to 15 degrees Celsius എന്ന് പറഞ്ഞിട്ടുണ്ട്. മെയിൻറ്റെയിൻ ദ ഷേപ്പ് ആൻഡ് സ്ട്രക്ചർ ഓഫ് പ്ലാന്റ് by keeping the cells turgid എന്ന് ട്രാൻസ്പിരേഷൻ ആൻഡ് ഫോട്ടോസിന്തസിസ് എ കോംപ്രമൈസിലുണ്ട്. പക്ഷേ അബ്സോർപ്ഷൻ മിനറലുകളുടെ ട്രാൻസ്ലൊക്കേഷനിലുണ്ട്. ട്രാൻസ്പിരേഷൻ എന്നത് മിനറലുകളുടെ ട്രാൻസ്ലൊക്കേഷനിലുണ്ട്, പക്ഷെ അബ്സോർപ്ഷനിലില്ല. കാരണം മോസ്റ്റ് മിനറൽസ് ആർ അബ്സോർബ്ഡ് ബൈ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. റീസൺ, പ്ലാന്റ് ബോഡി മിനറൽ റിച്ച് ആണ്. സോയിലിൽ കമ്പയറബിളി മിനറലിന്റെ കോൺസെൻട്രേഷൻ കുറവാണ്. അവിടെ മിനറലുകളുടെ അപ്ടേക്ക് മോസ്റ്റ്ലി നടക്കുന്നത് ആക്റ്റീവ് അബ്സോർപ്ഷൻ ആയിട്ടാണ്. ഓക്കെ, ട്രാൻസ്പിരേഷൻ ഒരു പാസീവ് പ്രോസസ് ആണ്. അതുകൊണ്ട് വാട്ടറിന്റെ പാസീവ് അബ്സോർപ്ഷനെയും കൂളിംഗ് ഓഫ് ലീഫ് സർഫസ് സംടൈംസ് 10 to 15 degrees Celsius ബൈ ഇവാപറേറ്റീവ് കൂളിംഗും മെയിൻറ്റെയിൻ ദ ഷേപ്പ് ആൻഡ് സ്ട്രക്ചർ ഓഫ് ദ പ്ലാന്റ് സെൽസ് ബൈ കീപ്പിംഗ് ദ സെൽസ് ടർജിഡും ഒക്കെ ട്രാൻസ്പിരേഷന്റെ സിഗ്നിഫിക്കൻസ് ആണ്. മിനറലുകളുടെ അബ്സോർപ്ഷൻ ഇല്ല. മിനറൽ അബ്സോർപ്ഷൻ മോസ്റ്റ്ലി ആക്റ്റീവ് ആണ്, പക്ഷെ മിനറലുകളുടെ ട്രാൻസ്ലൊക്കേഷനിൽ ട്രാൻസ്പിരേഷൻ ഉണ്ട്. ഓക്കെ, സോ ദാറ്റ് മച്ച് വാസ് അവർ ടുഡേയ്സ് questions, and you know
ലീഡർ ബോർഡിൽ ആരൊക്കെയാണുള്ളതെന്ന് അറിയാലോ? യെസ്, ഹിയർ കംസ് 2 winners with the same point. അതാരൊക്കെയാ? സെയിം പോയിന്റുമായി നിൽക്കുന്ന 2 ആൾക്കാരുണ്ട്. ആരൊക്കെയാ? ഗ്രീൻ പാന്തർ ആൻഡ് അനന്തു PK. 1 out 8 സ്കോർ വീതമാണ് 2 ആൾക്കും ഉള്ളത്. ഫ്രം 40 questions ഇറ്റ്സ് നോട്ട് എ ബാഡ് സ്കോർ. ബട്ട് നമ്മൾ ഇത്രയിലും നിൽക്കരുത്, ഇനിയും മാറാ മുമ്പോട്ട് പോകണം. പുറകിൽ 92 സ്കോറുമായി 2 പേരുണ്ട്, ആബിർ സബി ആൻഡ് നൂഹ്. ആൻഡ് ഫോളോഡ് ബൈ 68ലും 2 പേരുണ്ട്, അനാമിക ആൻഡ് അബുലൈഡ്. ഓക്കെ, 60ൽ അപർണയുണ്ട്, ജസ്റ്റ് ബിഹൈൻഡ് അശ്വന്ത് ഉണ്ട്, ഹർമിയോനി, റിസ്, റൈറ്റ്, ആൻഡ് സെറിൻ, മിനു, വിഷ്ണു, പ്ലെയർ, ഡോക്ടർ ഡൂം, Fatima Rifa, and members are here like Dilsha, Jisna, Rinsha, right? So my simple request towards you is practice as much questions as you can and be master in our subject. Zoology appear in the question number കൂടുതലായിരിക്കും, negatives കുറവായിരിക്കും. Physics appear in the question കുറവായിരിക്കും. കെമിസ്ട്രിയിൽ മോഡറേറ്റ് ആയിരിക്കും. ബോട്ടണിയിലാണ് നെഗറ്റീവ് സ്കോറിനുള്ള പോസിബിലിറ്റി ഉള്ളത്. അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പിയർ ചെയ്യും, അതിന് നെഗറ്റീവ് സ്കോർ വരുത്തിയിട്ടുള്ള സ്കോർ നശിപ്പിക്കുകയും ചെയ്യും ബോട്ടണിയിൽ. അതുകൊണ്ട് ബോട്ടണിയിൽ നിങ്ങൾ സ്പെഷ്യൽ കോൺഷ്യസ് ആവുക, മാക്സിമം ക്വസ്റ്റ്യൻസ് വീണ്ടും പ്രാക്ടീസ് ചെയ്യുക, കൂടുതൽ സിമ്പിൾ ക്വസ്റ്റ്യൻസും മോഡറേറ്റ് ക്വസ്റ്റ്യൻസും തന്നെ ചെയ്യുക. കഴിഞ്ഞ നീറ്റുകളൊക്കെ ആ ഒരു ലെവലിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, സോ ഓൾ ദ വെരി ബെസ്റ്റ് ഫ്രം അവർ സൈഡ് ഇൻ അഡ്വാൻസ്. Personally from my side and from the team of Target, thank you so much for patiently listening me, patiently watching me. Okay, thanks a lot, and we will meet again with yet another set of questions very soon. Thank you all. Thank you so much. Well,